PSC 11 ചോദ്യമാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ 11 ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ അത് പഠിക്കണം. അപ്പൊ അതാ ഒരു ബോധം ഉണ്ടാണ് എന്തിനാണ് ഞാനിത് പഠിപ്പിച്ചെന്നുള്ള. അപ്പൊ ഇത് പഠിച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വേറെയും പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് പോവുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ടൈപ്സ് ഓഫ് മെജോറിറ്റി കാണാത്തവര് ഇത് കണ്ടിരിക്കണം. കാര്യം ഇവിടെ നമ്മൾ രണ്ട് സിമ്പിൾ സ്പെഷ്യൽ മെജോറിറ്റിയെ കുറിച്ച് സിമ്പിൾ മെജോറിറ്റിയെ കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുള്ള കാരണം എന്തിനാണ്, ഇങ്ങനത്തെ ക്ലാസ്സുകളിൽ ഇനി പാർലമെന്റിന്റെ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് മെജോറിറ്റി പറയേണ്ടി വരും. അപ്പൊ ഓരോ സമയത്ത് ഇങ്ങനെ മെജോറിറ്റിയെ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അത് നമുക്ക് രണ്ടുപേർക്കും നഷ്ടമാണ്, എനിക്കും നിങ്ങൾക്കും നഷ്ടമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തു വെച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങളത് കാണാത്തുണ്ടെങ്കിൽ കാണാം. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഈ വേർഡ് ആദ്യം മനസ്സിലാക്കണം. അമെൻമെന്റ് എന്നുള്ള വേർഡിന്റെ അർത്ഥം മനസ്സിലാക്കണം. അമെൻമെന്റ് എന്നുള്ള വേർഡിന്റെ അർത്ഥം മനസ്സിലാക്കണം. അമെൻമെന്റ് എന്ന് വെച്ചാൽ ചേഞ്ച് എന്നാണ് അർത്ഥം. മാറ്റുക, ചേഞ്ച് ചെയ്യുക, ചേഞ്ച് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷനെ ചേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും, അമെൻമെന്റ് എന്ന് പറയും. വെറും അമെൻമെന്റ് എന്ന് പറയും. അപ്പൊ വെറും അമെൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രൊവിഷനെ ചേഞ്ച് ചെയ്യുന്നുള്ളത്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്നുള്ള വേർഡ് പറഞ്ഞാൽ അത് രണ്ട് ശ്രദ്ധിക്കണേ. അമെൻമെന്റ് വേറെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ രണ്ട് സ്ഥലത്ത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് നമ്മൾ അമെൻമെന്റ് എന്ന് പറയുന്നുണ്ട്, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്നും പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 368 പ്രകാരം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് വിളിക്കും. ആർട്ടിക്കിൾ 368 പ്രകാരമാണോ നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷനെ ചേഞ്ച് വരുത്തുന്നെങ്കിൽ നമ്മൾ ആ ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നാൽ ഈ 368 അല്ലാണ്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റം വരുത്താം. ഉദാഹരണം പറയുകയാണെങ്കിൽ പാർട്ട് 1 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ പാർട്ട് 1 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. അപ്പൊ ആ പാർട്ടിന്റെ അകത്ത് യൂണിയന്റെ അല്ലെങ്കിൽ ആ യൂണിയൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണല്ലോ. നമുക്കിപ്പോ 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറിയും ഉണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറിന്റെ ബൗണ്ടറീസ് ഓൾട്ടർ ചെയ്യാനോ പേരുകൾ മാറ്റാനോ ഒക്കെ നമുക്ക് എന്ത് മതി, അതും അമെൻമെന്റ് ആണ്. പക്ഷെ ആ അമെൻമെന്റിന് നമ്മൾ എന്താ പറയുള്ളൂ, മീൻസ് ആ അമെൻമെന്റ് ചെയ്യാൻ എന്ത് മതി, സിമ്പിൾ മെജോറിറ്റി മതി. മറിച്ച് ആർട്ടിക്കിൾ 368 പ്രകാരം ചെയ്യുമ്പോൾ അതിന് സ്പെഷ്യൽ മെജോറിറ്റി വേണം. അപ്പൊ അതുകൊണ്ടാണ് എന്താണ്, അപ്പോ സിമ്പിൾ മെജോറിറ്റി വെച്ച് അമെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്. അപ്പൊ അങ്ങനെ സിമ്പിൾ മെജോറിറ്റി വെച്ച് ചെയ്യുന്ന, അതായത് ഈവൻ സിറ്റിസൺഷിപ്പിന്റെ പ്രൊവിഷൻസിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് എന്ത് മതി, സിമ്പിൾ മെജോറിറ്റി മതി. പക്ഷെ ആർട്ടിക്കിൾ 368 ഒരു പ്രൊസീജിയർ പറയുന്നുണ്ട്. ആ പ്രൊസീജിയർ പ്രകാരമാണ് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന കാലം മുതൽ, അതായത് 26 ജനുവരി 1950 മുതൽ ഇന്നെന്ന് പറയുന്നത് നമ്മളെ ജൂൺ മാസമായി, ജൂൺ 2026 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ 106 തവണ പാർലമെന്റ് എന്ത് ചെയ്തു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ 368 ആർട്ടിക്കിൾ പ്രകാരം അമെൻഡ് ചെയ്തു. അതാണ് നമ്മുടെ ലാസ്റ്റ് ഇപ്പൊ ഇതുവരെയുള്ള ലേറ്റസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത് വുമൻസ് റിസർവേഷൻ. അത് ലാസ്റ്റ് നടന്നത് 2023 അപ്പൊ 2023 ശേഷം പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വന്നിട്ടില്ല. 368 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ അറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്താണ് കേരളത്തിന്റെ പേര് സെൻട്രൽ എന്താക്കി, കേരളം എന്നാക്കി. അപ്പൊ അവിടെ എന്താ പാർലമെന്റ് അതെങ്ങനെയാ ചെയ്തത്, ആർട്ടിക്കിൾ 368 പ്രകാരമല്ല. 368 പ്രകാരമാണെങ്കിൽ അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്പർ വന്നേനെ, 107 എന്ന് പറഞ്ഞിട്ട് വന്നേനെ. അതല്ല, അപ്പൊ അതിന് ആ നമ്പർ ഇടേണ്ട ആവശ്യമില്ല.
ഓക്കെ, അപ്പൊ അതെന്താണ്, പാർട്ട് 1 ആണ്. അത് സിമ്പിൾ മെജോറിറ്റി വെച്ചിട്ടാണ് എന്ത് പാർലമെന്റ് ചെയ്തത്, സിമ്പിൾ പ്രോസസ് ആണത്. ഓക്കെ, അപ്പൊ ആ ഒരു നോളജ് നിങ്ങൾക്ക്, പക്ഷെ അവിടെ എന്താണ് ഇനിയിപ്പോ നോക്കിക്കഴിഞ്ഞാല് ഈ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ പേരുകൾ പറയുന്ന ഷെഡ്യൂളുകളിൽ ഇപ്പൊ എന്ത് വരും, അമെന്റ്മെന്റ് വന്ന ശേഷം കേരള എന്നുള്ളത് കേരളം എന്നായിരിക്കും അവിടെ കിടക്കുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റം വന്നല്ലോ. പക്ഷെ അതെന്തല്ല 368 പ്രകാരം അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, അമെന്റ്മെന്റ് ആണ്. ഓക്കെ, ഈ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത് അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അപ്പൊ നമ്മൾ ആ പാർട്ട് 20 പറയുന്നത്, അപ്പൊ പാർട്ട് 20 എന്ന് പറയുന്നത് ഒറ്റ ആർട്ടിക്കിളും. അതെന്താണ് ആ പാർട്ട് പറയുന്നത്, എന്താണ് പ്രൊസീജിയർ എന്താ പേരിൽ തന്നെയുണ്ട്, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ. അത് ഈ ആർട്ടിക്കിളിൽ വിശദമായിട്ട് പറയുന്നുണ്ട്, ആർട്ടിക്കിളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ പ്രിലിംസിന് പഠിച്ചാണ്, എന്നാൽ വീണ്ടും പറയാണ്, നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ പ്രൊവിഷൻ നമ്മൾ എവിടെ നിന്നാണ്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നാണ് ബോറോ ചെയ്തത് എന്ന് പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് മറന്നുപോകില്ല. ഓക്കെ, അപ്പം നോക്കുകയാണെങ്കിൽ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, മറക്കരുത്. ഓക്കെ, സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൊസീജിയർ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ചെയ്യുന്ന പ്രൊസീജിയർ നമ്മൾ കടമെടുത്തത്, നമ്മളത് എടുത്തത് അത് നമ്മൾ അവരെ നോക്കിയിട്ടാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ ആ കാലഘട്ടത്തിൽ അവൈലബിൾ ആയിട്ട് പല കോൺസ്റ്റിറ്റ്യൂഷനെ അവർ റെഫർ ചെയ്തിരുന്നു. അപ്പൊ അന്ന് നിലവിലുണ്ടായിരുന്ന ഈ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള പ്രൊസീജിയർ. അപ്പൊ അതിനെ കണ്ട് പിന്നെ നമ്മൾ ഇന്ത്യനൈസ് ചെയ്തു, കുറച്ച് വേർഷൻസ് ഒക്കെ ഇന്ത്യൻ വേർഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇത് വീണ്ടും ഇതിങ്ങനെ ക്വസ്റ്റ്യനിലും കാണാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യനിലും കാണാൻ പറ്റും എന്താണ് സൗത്ത് ആഫ്രിക്ക എന്നുള്ള, മീൻസ് അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് തെറ്റിച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. ക്വസ്റ്റ്യനിൽ അത് തെറ്റായ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്, പക്ഷെ അത് അറിഞ്ഞിരിക്കാം. പക്ഷെ PSC ചോദിക്കുന്നുണ്ട്, അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അപ്പൊ ഇവിടെ 3 വാല്യുബിൾ ആയിട്ടുള്ള, ഇത് മൂന്നും ഫാക്ട് അല്ലേ, എന്തൊക്കെയാണ് ഫാക്ട്? പാർട്ട് 20 എന്ന് പറയുന്നത് ഫാക്ട് ആണ്, ആർട്ടിക്കിൾ 368 എന്ന് പറയുന്ന ഫാക്ട് ആണ്, സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന ഫാക്ട് ആണ്. അപ്പൊ ഈ ഫാക്ടിനെ എങ്ങനെ നിങ്ങൾ ഓർത്തു വെക്കും? ഫാക്ടിനെ ഓർത്തു വെക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഞാൻ കുറെ സീക്രട്സ് പറഞ്ഞുതരാം ഫാക്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഒരു സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഉണ്ടല്ലോ, ഇത് തന്നെ ഉണ്ടല്ലേ, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻ വന്നുണ്ടോ? ഇത് കണ്ട ഉടനെ തന്നെ എന്താ വന്നത്, അടുത്ത ഞാൻ എന്താ ചെയ്തത്, 2025 PSC ചോദിച്ച ചോദ്യമാണ്, എന്താണ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദി പ്രൊസീജിയർ ഫോർ അമെൻഡ്മെന്റ് പ്രൊവൈഡ് എന്നുള്ളത്. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്ത് ടിക്ക് ചെയ്യരുത്. ചില കുട്ടികൾ എന്നോട് ചോദിച്ചു, സാർ ഇതിന്റെ അടിയിൽ ആൻസറും കൂടി ഒന്ന് എഴുതി വെച്ചൂടെ, ആൻസർ ഏന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചൂടെ. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് 2 മാസം കഴിഞ്ഞ് നിങ്ങൾ ഈ മെറ്റീരിയൽ ഒന്ന് റിവൈസ് ചെയ്യാൻ പോകണാണ്. അപ്പൊ ഈ മെറ്റീരിയൽ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും, നോക്കില്ല, ചിന്തിക്കില്ല, ഇതാണ്. അപ്പൊ ഇത് 2 മാസം കഴിയുമ്പോൾ നിങ്ങൾ മെറ്റീരിയൽ റിവൈസ് ചെയ്യണ്ട, നിങ്ങൾ പഠിച്ചത് എന്തൊക്കെ, നിങ്ങൾ എന്താണ് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ ഈ മെറ്റീരിയലിൽ 15 ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, 2 മാസം കഴിയുമ്പോൾ ഈ 15 ക്വസ്റ്റ്യൻ ഒന്നുകൂടി സോൾവ് ചെയ്ത് നോക്കുക മെറ്റീരിയൽ വായിക്കാണ്ട്. അപ്പൊ ഈ 15 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 10, അപ്പൊ അവിടെ ആൻസർ ഇല്ലല്ലോ, അപ്പൊ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി, 5 ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ട്. അപ്പൊ ആ ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യന്റെ തൊട്ട് മുകളിലല്ല അതിന്റെ എക്സ്പ്ലനേഷൻ ഉള്ളത്. നിങ്ങൾ എന്റെ വീഡിയോ ഒന്നും കാണാൻ നിൽക്കണ്ട, ആ എക്സ്പ്ലനേഷൻ ഒന്ന് വായിക്കുമ്പോൾ ഉത്തരം കിട്ടി. അപ്പൊ എന്തായി, അത് റിവിഷനായി. അപ്പൊ ഒരു ചോദ്യത്തിൽ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഫാക്ട് വന്നാൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾ മറക്കില്ല. നിങ്ങൾ വെറുതെ കുറെ ഫാക്ട് വെറുതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറന്നുപോകും. ഓക്കെ, പക്ഷെ ക്വസ്റ്റ്യനിൽ ഒരു PSC ഒരു ക്വസ്റ്റ്യനിൽ നമ്മളൊരു ഫാക്ട് കണ്ടാൽ, അത് PSC ചോദിച്ചൊരു ചോദ്യമാണെങ്കിൽ ആ ഫാക്ട് നമ്മൾ മറക്കില്ല. അത് ഈ ക്വസ്റ്റ്യൻ ഇത് വീണ്ടും എന്ത് ചെയ്യണം, എക്സാമിന് മുമ്പും അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണം. ഓക്കെ, 5th ഒക്ടോബറിനാണ് നിങ്ങളുടെ എക്സാം എന്ന് വിചാരിക്കുക. അപ്പൊ 5th ഒക്ടോബർ നിങ്ങളുടെ ഇതാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 1-ാം തീയതി മുതൽ
1-ാം തീയതി മുതൽ എന്ത് ചെയ്യും, ഞങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം എന്ത് ചെയ്താൽ മതി, റിവൈസ് ചെയ്താൽ മതി. അത് ടെസ്റ്റ് പോലെ എഴുതി നോക്കിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള ഡൗട്ടുള്ള ഏരിയ മാത്രം പോയി വായിച്ചാൽ മതി. അപ്പൊ ഈ മെറ്റീരിയൽ മൊത്തം വായിക്കേണ്ട, ആ ക്വസ്റ്റ്യനിൽ ഏതാ ഡൗട്ടുള്ള ആ ഡൗട്ടുള്ള ഏരിയ മാത്രം വായിച്ചാൽ മതി. അപ്പൊ എന്തായി, ആ ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് ഫാക്ട്സ് ഉണ്ട്, ആ ഫാക്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, റിവിഷനായി. അപ്പൊ പിന്നെ ഇനി PSC ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ തെറ്റിക്കുകയില്ല. ഇതാണ് അതിന്റെ ലോജിക്ക്. ഓക്കെ, അപ്പൊ ഇതിനാണ് ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് തരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഈ പ്രൊസീജിയർ നിങ്ങൾ യൂസ്ഫുൾ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ പരീക്ഷയുടെ തലേന്ന് മീൻസ് പഠിച്ചതൊക്കെ ഓർത്തെടുക്കുന്ന പരിപാടി ഒന്നും ചെയ്യരുത്. ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പൊ അതിന് നമുക്ക് ഇവിടെ ടെസ്റ്റ് സീരീസ് ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, നമുക്കത് അതിന്റെ ബെനിഫിറ്റ് മനസ്സിലാവും. ഓക്കെ, അതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നമുക്കറിയാം ആൻസർ അറിയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ PSC എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾസ് മാത്രമല്ല പാട്ടും PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെന്ന് കാണിക്കാനും കൂടിയാണ് ഞാനത് ഇതിട്ടത്. അപ്പോ ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ വീഡിയോ കാണണമെന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ഞാൻ പാട്ട് വെച്ച് പറയുന്നുണ്ട്, സിലബസിനെ ഞാൻ പാട്ടാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ അതെന്തിനാ കാണിച്ചിട്ട് PSC ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് കണ്ടപ്പോഴാണ് ഞാൻ ആ ഓറിയന്റേഷൻ അങ്ങനെ ആക്കിയത്. ഓക്കെ, ഇതിന്റെ ആൻസർ കിട്ടി. ഇനി നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 368 ഇതാണ് ടൈറ്റിൽ. ഇതിന്റെ ടൈറ്റിൽ അറിഞ്ഞിരിക്കണം. ആർട്ടിക്കിൾ 368 ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടൈറ്റിൽ ഇതാണ് പറയുന്നത്. പാർട്ട് 20 എന്ന് പറയുന്നത് ഒരൊറ്റ ആർട്ടിക്കിൾ ഉള്ളൂ. ആർട്ടിക്കിൾ 368 ആണ്. ആ 368ന്റെ ടൈറ്റിൽ എന്താ പറയുന്നത്, ദ പവർ ഓഫ് പാർലമെന്റ്. അവിടെ പാർലമെന്റ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. പവർ ഓഫ് പാർലമെന്റ് ടു അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോ പാർലമെന്റിന് പവർ ഉണ്ട്. അപ്പൊ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 368 എടുത്ത് പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ ഒരേ ഒരു ബോഡിക്കേ പറ്റുള്ളൂ, ഒരേ ഒരാൾക്കേ പറ്റുള്ളൂ. ആരാണത്? ആ ബോഡി അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? പാർലമെന്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഒരു മീൻസ് എന്താ പറയാ, അമെൻഡ് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ റോള് വളരെ മിനിമൽ ആണ്. ഓക്കെ, അപ്പൊ പാർലമെന്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ ആർട്ടിക്കിൾ 368 പാർലമെന്റ് പവറും കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നുള്ള പ്രൊസീജിയറും പറയുന്നുണ്ട്. അപ്പൊ ആ പ്രൊവിഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ആർട്ടിക്കിൾ 368 വായിക്കുമ്പോൾ, ആ പ്രൊവിഷൻസ് വായിക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു പേര്, ഒരു വാക്ക് നിങ്ങൾ അവിടെ കാണാൻ പറ്റും. എന്താണ്? കോൺസ്റ്റിറ്റ്യുവന്റ് പവർ. അതായത് പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യുവന്റ് പവർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഈ കോൺസ്റ്റിറ്റ്യുവന്റ് എന്നുള്ള വേർഡ് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചായിട്ട് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ഫസ്റ്റ് ടോപ്പിക് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി എന്ന് പറഞ്ഞ ടോപ്പിക് ഇല്ലേ? അപ്പൊ എന്താ ഈ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിന്റെ ജോലി എന്തായിരുന്നു? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്തത്? നമ്മൾ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷനെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി നമ്മൾ സെറ്റപ്പ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി എന്ത് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതോടുകൂടി കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിന്റെ റോള് തീർന്നു. പിന്നെ നമ്മൾ അതിനുശേഷം നമുക്കറിയാം ഇലക്ഷൻ നടക്കുന്നത് 1952-ലാണ്. അപ്പൊ അതുവരെ നമ്മുടെ രാജ്യത്തിന്റെ ഇന്ററീം പാർലമെന്റ് ആയിട്ട് എന്ത് ചെയ്തു, ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫംഗ്ഷൻ ചെയ്തു. പക്ഷെ അപ്പോ അതിനുശേഷം നമ്മൾ അതിനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് വിളിച്ചില്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം, ആ ഒരു ഇൻഫോർമേഷൻ. അപ്പൊ കോൺസ്റ്റിറ്റ്യുവന്റ് പവർ എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള, കോൺസ്റ്റിറ്റ്യൂഷൻ എന്തും ചെയ്യാനുള്ള പവർ, അതാണ് കോൺസ്റ്റിറ്റ്യുവന്റ് പവർ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യുവന്റ് പവർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനെ ഉണ്ടാക്കാൻ കഴിവുള്ള പവർ ആണെന്ത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന് ചേഞ്ചസ് വരുത്താൻ ഉള്ള പവർ ആണെന്ത്, കോൺസ്റ്റിറ്റ്യുവന്റ് പവർ എന്ന് പറഞ്ഞത്. അപ്പൊ അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് പവർ ഉണ്ട്. അപ്പൊ പാർലമെന്റിന് രണ്ട് പവർ ഉണ്ട്. ഒന്ന് ലെജിസ്ലേറ്റീവ് പവർ, സാധാരണ പാസ്സാക്കുന്ന ബില്ലിനൊക്കെ നമ്മൾ എന്താ പറയാ, നോർമലായിട്ട് നമ്മൾ കുറെ ബില്ലുകൾ ഗവൺമെന്റ് പാസ്സാക്കാറില്ലേ, ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കാറില്ലേ. ആ സാധാരണ പാസ്സാക്കുന്ന നിയമങ്ങളെ അത് എന്ത് പവർ വെച്ചിട്ടാണ് പാർലമെന്റ് നിയമങ്ങൾ പാസ്സാക്കുന്നത്? ലെജിസ്ലേറ്റീവ് പവർ ആണ്. ഇതേ പവർ, ലെജിസ്ലേറ്റീവ് പവർ ആർക്കുണ്ട്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനുണ്ട്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും നിയമങ്ങൾ പാസ്സാക്കാറില്ലേ. അപ്പൊ അതെല്ലാം എന്ത് പവറാണ്?
ലെജിസ്ലേറ്റീവ് പവർ ആണ്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്ന, അപ്പൊ 106 തവണ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്തിട്ടുണ്ട്, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനെ. ആ പറയുന്ന പവറിനെയാണ് എന്തെന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂവന്റ് പവർ എന്ന് പറയുന്നത്. ഇത് ആർട്ടിക്കിൾ 368 ഈ ടേം തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, എന്താണ് അപ്പൊ പാർലമെന്റിന് എന്താണ് കോൺസ്റ്റിറ്റ്യൂവന്റ് പവർ കൊടുത്ത ആർട്ടിക്കിൾ ആണെന്ത്, അതുണ്ട് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 368 പാർട്ട് 20. ഓക്കെ, അപ്പൊ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് 3 ചോദ്യമാണ്. ഇതൊരു ഫാക്റ്റ് ആണ്. എന്താണ് 3 ചോദ്യം PSC ചോദിച്ചു. എന്താണ് which authority is empowered to execute a constitutional amendment in India? 2024 ചോദിച്ച ചോദ്യമാണ്, നമുക്കറിയാം എന്താണ്, പാർലമെന്റ്. അതേപോലെ in whom is the power to amend the Indian constitution vested? In whom the power to amend the Indian constitution vested? പാർലമെന്റ് ആണ്. ഓക്കെ, മീൻസ് ക്വസ്റ്റ്യൻ സെയിം ആണ്, ചോയ്സുകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിടുന്നു, അത്രേ ഉള്ളൂ. 2025 ചോദിച്ച ചോദ്യമാണ്. ദെൻ വീണ്ടും 2025 ചോദിച്ചൊരു ചോദ്യമാണ്, ഹു ഹാസ് ദി അതോറിറ്റി ടു അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? അതും പാർലമെന്റ്. അപ്പൊ ആർട്ടിക്കിൾ 362, അതാണ് ഞാൻ ഇങ്ങനെ പഠിച്ചത്. ഇനി സുഖമാണ്, ഇനി നിങ്ങൾ മറക്കില്ല. ഈ 3 ചോദ്യം വന്നു, ഇനി 3 ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇനി നിങ്ങൾ മറക്കോ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള പവർ ആർക്കാണെന്നുള്ളത്? അത് പാർലമെന്റ് ആണ്. ഇനി നിങ്ങൾ മറക്കില്ല ഈ ചോദ്യം 3 സോൾവ് ചെയ്ത് കഴിഞ്ഞാല്. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനെ അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾ പ്രിലിംസിനൊക്കെ പഠിച്ചതാണ്, ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിൽ പറയാറുണ്ട്. എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഒരു സിസ്റ്റമാറ്റിക്കലി അറേഞ്ച്ഡ് ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച്ഡ് ആണ്. അപ്പൊ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും സുപ്രീം ആയിരിക്കും. മീൻസ് ആ രാജ്യത്തെ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഇന്ത്യയിലും കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് സുപ്രീം. അതുകൊണ്ടാണ് ജുഡീഷ്യറിക്ക് ഇത്രയും പവർ, നമ്മുടെ ജുഡീഷ്യറിക്ക് സുപ്രീം കോടതിനൊക്കെ ഇത്രയും പവർ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം ആയതുകൊണ്ടാണ്, പവർഫുൾ ആയതുകൊണ്ടാണ്. മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അല്ലാണ്ട് ഒരു വ്യക്തിക്കോ ഒരു ഓർഗനോ അല്ല. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ ഇന്റർപ്രിറ്റ് ചെയ്യാനുള്ള പവർ സുപ്രീം കോടതിക്ക് ഉള്ളതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ പല ജഡ്ജ്മെന്റും എന്താണ് മീൻസ് പാർലമെന്റ് കേൾക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന് കേൾക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ നിലയിൽ ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി, അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മളൊരു മീൻസ് ഒറിജിനലി ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് US കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. യുഎസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, അതേപോലെ തന്നെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓപ്പോസിറ്റ് ആണ് അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ അതിന്റെ എക്സാമ്പിൾ ആണ്, അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ ആണ് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത്. അപ്പൊ അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല സുപ്രീം, പാർലമെന്റ് ആണ് സുപ്രീം. അവിടെ ശ്രദ്ധിക്കണേ, അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പാർലമെന്റ് ആണ് സുപ്രീം, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സുപ്രീം. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് കിങ്ഡത്തില് UK എന്താണ് പാർലമെന്റ് ഭയങ്കര പവർഫുൾ ആണ്. അവിടുത്തെ കോടതിനെക്കാട്ടി പവർഫുൾ ആണ് പാർലമെന്റ് എന്ന് UK. അപ്പൊ പാർലമെന്റ് എന്തും ചെയ്യാനുള്ള പവർ ഉണ്ട് UK പാർലമെന്റിന്. ഓക്കെ, കാരണം അവർ പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും അവിടെ മീൻസ് അവിടെ ലെജിസ്ലേറ്റീവ് പവർ മീൻസ് UK പാസ്സാകുന്ന എല്ലാ ഓർഡിനറി ലോ ആണെങ്കിൽ കൂടിയും അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ എന്താണ് പാർലമെന്റ് സുപ്രീം ആയതുകൊണ്ട് UK ഒരു കൾച്ചർ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മളിവിടെ എന്താ വെച്ചാൽ നമ്മളിവിടെ നടുക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ US-നെയും ഫോളോ ചെയ്തില്ല, UK-യും ഫോളോ ചെയ്തില്ല. മീൻസ് എന്നാൽ US-ന്റെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു, എന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ സുപ്രീം ആക്കി. എന്ന് വെച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം ആക്കിയപ്പോ US-ലൊക്കെ ആണെങ്കിൽ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര റിജിഡ് ആണ്. എന്ന് വെച്ചാൽ US-ൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹൈ മെജോറിറ്റി വേണം. നമ്മളെ ഹൈ മെജോറിറ്റി എന്ന് പറയുന്നത് 2/3 മെജോറിറ്റി ആണ്. US-ൽ അങ്ങനെയല്ല. ഹൈ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/5 മെജോറിറ്റി ഒക്കെ വരുന്ന കേസൊക്കെ ഉണ്ട്. നമുക്ക് അതിന് അറിയണ്ടേ, ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രമേ. ഭയങ്കര റിജിഡ് ആണ് അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് പ്രൊസീജിയർ, ഭയങ്കര റിജിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പ് എത്രയോ മുമ്പാണ് US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്.
പക്ഷെ US ഇപ്പോഴും നമ്പർ ഓഫ് അമെൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറവുകളാണ്. 2 ഡിജിറ്റിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തില്ല, US ആ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനിലോട്ടും പോയില്ല. റിട്ടേൺ ആണെങ്കിൽ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് എന്ന് വെച്ചാൽ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. അത് ഏറ്റവും അതിന് എക്സാമ്പിൾ ആരാണ്, UK ആണ്, അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അപ്പൊ നമ്മൾ ഇവർ രണ്ടുപേരുടെ ഒരു മിഡിൽ പാത്ത് നമ്മൾ ഫോളോ ചെയ്തു. എന്താണ് വേണ്ടെടുത്ത് നമ്മൾ എന്നാ അത്യാവശ്യത്തിന് റിജിഡിറ്റി ഉണ്ട്, അത്യാവശ്യത്തിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 106 തവണ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഒന്നും ആവശ്യമില്ല. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിൽ തന്നെ നമ്മൾ 2 ക്രൈറ്റീരിയ വെച്ചു. എന്താ 2 ക്രൈറ്റീരിയ വെച്ചു? ഓക്കെ, 2/3 മെജോറിറ്റി മതി നോർമൽ ആർട്ടിക്കിൾ 368 പ്രകാരം. ഇനി ഫെഡറൽ ഫീച്ചേഴ്സിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ മാത്രം, എന്ത് ചെയ്താൽ മതി, ആ സ്റ്റേറ്റിന്റെ സപ്പോർട്ടും കൂടി മതി എന്നുള്ളത്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു നോളേജ് നിങ്ങൾ ഒന്ന് ഇതാക്കി വെക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷനെ ഇങ്ങനെ അമെൻഡ് ചെയ്യാൻ ഇങ്ങനെ ഒരു മിഡിൽ പാത്ത് നമ്മൾ ഫോളോ ചെയ്തെന്ന് വെച്ചാൽ അതിന്റെ കാരണം ഇതാണ്. ഓക്കെ, 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പൊ നോക്കിയേ 76 ഇയേഴ്സ് പാസ്സായി, മീൻസ് 76 വർഷം കഴിഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷം. 1900 ഇന്ത്യയാണോ, 1950 ഇന്ത്യയാണോ, 2026 ഇന്ത്യ അല്ല. ഇന്ത്യ ഒരുപാട് മാറി, ഇന്ത്യയുടെ പ്രശ്നങ്ങൾ മാറി. അപ്പോ നമ്മുടെ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് എൻവയറമെന്റ് മാറുന്നതനുസരിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. മീൻസ് അതിനാണ് ആ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്നത്. അതിനാണ് ഈ അമെൻഡ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ആരും വിചാരിച്ചില്ല. നമ്മൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി. ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു ആദ്യം. അപ്പൊ ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി, ഫണ്ടമെന്റൽ റൈറ്റ് എന്നതിനെ എന്ത് ചെയ്തു, പല ആളുകളും അത് മിസ്യൂസ് ചെയ്തപ്പോ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് വരുന്നത് ലാൻഡ് റിഫോംസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടല്ലേ നമ്മൾ ചെയ്തപ്പോ. അത് ഉണ്ടാക്കിയപ്പോ അവർ അറിഞ്ഞില്ല. ഓക്കെ, അത് നല്ലൊരു ഉദ്ദേശത്തിലാണ് അത് ചെയ്തത്. അപ്പൊ അതൊരു മിസ്യൂസ് ചെയ്യുന്ന മനസ്സിലായപ്പോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ആദ്യത്തെ അമെൻമെന്റ് ചെയ്ത് നമ്മൾ അവിടെ മാറ്റം വരുത്തി. അങ്ങനെ ഓരോ പ്രാവശ്യം മീൻസ് സമയം മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലായി ചില പ്രൊവിഷൻസിൽ മാറ്റം വരുത്തണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തുകൊണ്ട് വുമൻസ് റിസർവേഷൻ കൊടുത്തില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മീൻസ് അന്ന് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു തന്നെ. പക്ഷെ എത്രയോ വർഷം അതിന് ശേഷമാണ് 2023 ആ വുമൻ റിസർവേഷൻ ബില്ല് പാസ്സാകുന്നത്. ഓക്കെ, വുമൻസിന്റെ റെപ്രസെന്റേഷൻ കൂടണം പൊളിറ്റിക്കൽ പാർട്ടീസിലൊക്കെ. ഓക്കെ, ഒരു വൺ വേ ഓഫ് കറപ്ഷൻ കുറയ്ക്കാനുള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ സ്ത്രീകൾ എന്ത് ചെയ്യണം, അധികാരത്തിൽ വരണം. കമ്പാരിറ്റീവ്ലി പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ന്യൂട്രലാണ്, ജെൻഡർ ന്യൂട്രൽ ആയ പേഴ്സൺ ആണ്. കാരണം ഞാൻ സ്റ്റുഡൻസിനോടാണെങ്കിൽ ഞാൻ പറയാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് കമ്പാരിറ്റീവ്ലി നമ്മൾ കറപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ മീൻസ് നമ്മൾ എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ എടുക്കുമ്പോൾ എല്ലാവരും കറപ്റ്റ് ആണ്. വളരെ പേരെല്ലാം അവർ മാത്രമേ കറപ്റ്റ് ഇല്ലാത്തുള്ളൂ. അപ്പോ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്റ്റഡി നടത്തുമ്പോൾ എന്താണ്, ലെസ് കറപ്റ്റ് ആരാണ്, വുമൻ ലീഡേഴ്സ് ആണ് കമ്പാരിറ്റീവ് മെൻ. ഓക്കെ, അത് റിയാലിറ്റിയാണ്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അതിലൊന്നും നിങ്ങൾ ആർക്കും ഹേർട്ട് ഒന്നും ഉണ്ടായിരുന്നു. മീൻസ് അത് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു വിലയിരുത്തിയതാണ് മാത്രമാണ്. ഓക്കെ, അപ്പൊ എനിവേ എനിക്ക് കമന്റ് ചെയ്യുമ്പോഴേ പ്ലീസ് എൻ്റെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ മംഗ്ലീഷിൽ, മീൻസ് എനിക്ക് മംഗ്ലീഷ് വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രോപ്പർ ഇംഗ്ലീഷിൽ തന്നെ എന്തെങ്കിലും ഇടണേ. കാരണം ഞാനത് മലയാളത്തിൽ ഞാൻ വായിക്കുന്നതല്ല, ഇംഗ്ലീഷിലായിരുന്നു. ഞാനിപ്പോൾ ഒന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും എന്നായിട്ട് ലൈവ് ക്ലാസ് എപ്പോഴും ചെയ്യുമ്പോഴും റിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചെറിയ സിമ്പിൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. അതിൽ തെറ്റിയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ സാർ കുറച്ചുകൂടെ വേഗത്തിൽ കൂടുതൽ ഇൻഫോ ലെസ് ടൈമിൽ കിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, എനിവേ, അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി അപ്പൊ അമെൻമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, 3 കാറ്റഗറി ഉണ്ട്. അമെൻമെന്റ് എന്നാണ് പറഞ്ഞത്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്നല്ല പറഞ്ഞത്. അമെൻമെന്റ് നമുക്ക് 3 തരത്തിലുള്ള അമെൻമെന്റ് ഉണ്ട്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 368 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ
അറിഞ്ഞിരിക്കുക. അപ്പൊ ജസ്റ്റ് ഇത് മെറ്റീരിയൽ വരുന്നുണ്ട്, മെറ്റീരിയൽ നന്നായിട്ട് വായിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ സിമ്പിൾ മെജോറിറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സിമ്പിൾ മെജോറിറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യും. അവിടെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് എന്ന് പറയില്ല. അപ്പോൾ ഇവിടെ നോക്കി കണ്ടില്ലേ, കവേർഡ് അണ്ടർ ആർട്ടിക്കിൾ 368 ആണോ, ഇല്ല, നോ, സിമ്പിൾ മെജോറിറ്റി. അപ്പൊ നമ്മൾ ന്യൂ സ്റ്റേറ്റ് ഫോം ചെയ്യാനും സിറ്റിസൺഷിപ്പ് റൂൾസ് ഒക്കെ ഫോം ചെയ്യാനും ലെജിസ്ലേറ്റീവ് കൗൺസിലൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് മതി, പാർലമെന്റിന് ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്റ്റേറ്റ് റെസൊല്യൂഷൻ പാസ്സാക്കാൻ 2/3 വേണമെങ്കിലും പാർലമെന്റിന് പാസ്സാക്കാൻ സിമ്പിൾ മെജോറിറ്റി മതി. കാരണം പാർലമെന്റിലല്ലേ അമെൻഡിങ് പവർ ഉള്ളത്. ഓക്കെ, അപ്പൊ സിമ്പിൾ മെജോറിറ്റി വെച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും, അമെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനെ നമ്മൾ ഒരിക്കലും എന്തെന്ന് പറയില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയില്ല. ഓക്കെ, ഇനി അപ്പൊ സ്പെഷ്യൽ മെജോറിറ്റി വെച്ചിട്ട് ആർട്ടിക്കിൾ 368 രണ്ട് രീതിയിൽ അമെൻമെന്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വീഡിയോ കാണുന്നുണ്ട്, ഒന്നുകൂടി അവിടെ പറയാം. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 368 പറയുന്ന സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ, ആർട്ടിക്കിൾ 368 എന്ന് പറയുന്ന സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന് 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് and an absolute majority എന്നുവെച്ചാൽ എന്താണ്, 50% ആൻഡ് മോർ ആയിരിക്കണം. ഇത് രണ്ട് കണ്ടീഷൻ ഫുൾഫിൽ ആവണം. അപ്പൊ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, അതവിടെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് കാരണം ഇവിടെയൊക്കെ നമ്മൾ ഈ സ്പെഷ്യൽ മെജോറിറ്റി ഒക്കെ സുപ്രീം കോർട്ടിലെ ജഡ്ജിനൊക്കെ റിമൂവ് ചെയ്യാൻ നിർത്തി ഇതൊക്കെ പറയണം. അപ്പൊ അവിടെയൊക്കെ ഇതൊക്കെ നമുക്ക് സുപ്രീം കോർട്ടും ഹൈക്കോർട്ടൊക്കെ പഠിക്കാനുണ്ട്, അവരുടെ റിമൂവൽ പഠിക്കാനുണ്ട്, അവിടെയൊക്കെ ഈ മെജോറിറ്റി പറയണം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പ്ലീസ് നിങ്ങൾ ആ വീഡിയോ കാണുക കേട്ടോ. അപ്പം ഇതൊരു ക്രൈറ്റീരിയ ആണ്. അപ്പൊ നോർമലി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ മെജോറിറ്റി മതി. എന്നാൽ ഫെഡറൽ പ്രൊവിഷൻസ് ഉള്ള നമ്മൾ അമെൻഡ് ചെയ്യാൻ പോകുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊസീജിയറിൽ ആ ഫീച്ചർ എന്ന് പറയാം, അമെൻഡ് ചെയ്യാൻ പോകുന്ന ആ പ്രൊവിഷൻ ഫെഡറലിസത്തിനെ എഫക്ട് ചെയ്യുന്നതാണെങ്കിൽ ഇത് കൂടാണ്ട്, ഈ മെജോറിറ്റി കൂടാണ്ട് പാർലമെന്റ് ഇത് മതി പാർലമെന്റ്. പക്ഷെ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റിന്റെ സിമ്പിൾ, അവിടെ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് സിമ്പിൾ മെജോറിറ്റിയിൽ ഒരു റാറ്റിഫിക്കേഷൻ കൂടി കൊടുക്കണം, അത് പാസ്സാക്കി കൊടുക്കണം. എങ്കിലേ എന്താ ഉള്ളൂ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല്, പിന്നെ എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് പ്രസിഡന്റിന് ഒപ്പിട്ടിട്ട് അത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആകാൻ പറ്റുള്ളൂ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത് നമ്മുടെ GST 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഒക്കെ എന്താണ്, ഈ പറയുന്ന സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷൻ കൂടി നടന്നതിന് ശേഷമാണ് ഇതെല്ലാം ഉണ്ടായത്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഓക്കെ, അപ്പൊ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് എന്താണ്, സ്പെഷ്യൽ മെജോറിറ്റി. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് എന്താണ് റാറ്റിഫിക്കേഷൻ ഓഫ് ദി സ്റ്റേറ്റ്സ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇതെന്താണ്, ഫെഡറൽ ഫീച്ചേഴ്സിനെ എഫക്ട് ചെയ്യുമ്പോഴാണ്. അപ്പൊ ആർട്ടിക്കിൾ 368 ഈ 2 കാറ്റഗറി ഓഫ് രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാന്ന് പറയുന്നുണ്ട് ആർട്ടിക്കിൾ 368 കേട്ടോ. ഇനി അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, പാർട്ട് 20 എന്ന് പറഞ്ഞാൽ എന്താ ടൈറ്റില്, പാർലമെന്റിന് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അത് മാത്രമാണോ, കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ അമെൻഡ് ചെയ്യണമെന്നുള്ളതും പറയുന്നുണ്ട്, ആ പ്രൊസീജിയറും പറയുന്നുണ്ട്. അപ്പോ എന്താണ് ആർട്ടിക്കിൾ 368 പറയുന്ന അമെൻമെന്റ് പ്രൊസീജിയർ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഹെഡിങ് പഠിച്ചു വെച്ചാൽ മതി. എന്താണ്, പാർലമെന്റിൽ മാത്രമേ എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് ഇനീഷ്യേറ്റ് ചെയ്യാൻ ആർക്കേ പറ്റുള്ളൂ, പാർലമെന്റ് എന്നാ പറഞ്ഞത്. അപ്പൊ പാർലമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് ഹൗസിനും, ലോക്സഭയ്ക്ക് വേണമെങ്കിൽ അത് അതിന് ഇനീഷ്യേഷൻ ചെയ്യാം. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് ലോക്സഭയിൽ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ രാജ്യസഭയിൽ വേണമെങ്കിൽ ഇനീഷ്യേഷൻ. അപ്പൊ പാർലമെന്റിൽ എന്തേ പറ്റാൻ പറ്റുള്ളൂ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലിന്റെ കേസിൽ പാർലമെന്റിൽ 2 ഹൗസിനും ഒരേ പവറാണ്. ഞാൻ പറഞ്ഞില്ലേ, രാജ്യസഭയ്ക്ക് സാധാരണ നിലയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പവർ കുറവാണ്. സ്പെഷ്യൽ പവർ എന്ന് പറയുന്നത് 2 കേസിലാണ്. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, 249 312. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ലോക്സഭയ്ക്കാണ്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ഈക്വൽ പവർ ആണ്. അതും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് കേസിൽ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ഈക്വൽ പവർ ആണ്. അതുകൊണ്ട് തന്നെ
അതെ, അതുകൊണ്ട് തന്നെ ജോയിന്റ് സിറ്റിംഗ് ഒന്നുമില്ല, രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് പാസ്സാകാൻ വേണം. രാജ്യസഭ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയ്ക്ക് മെജോറിറ്റി ഉണ്ടെങ്കിൽ ലോക്സഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ജോയിന്റ് സിറ്റിംഗ് വെച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലൊന്നും പാസ്സാക്കാൻ പറ്റില്ല. അതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനെ ആർട്ടിക്കിൾ 368 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് നോക്കിയേ, വെറും അമെന്റ്മെന്റ്, ഇപ്പൊ കേരളത്തിന്റെ പേര് കേരളം എന്ന് ആക്കണോന്ന് പറഞ്ഞത് ആരാ ഇനീഷ്യേറ്റീവ് എടുത്തത്? കേരളത്തിന്റെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ് ഇനീഷ്യേറ്റീവ് എടുത്തത്. അതാണ് ഓക്കെ. അത് പക്ഷെ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് അല്ല, വെറും അമെന്റ്മെന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിൽ എന്താണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഇനീഷ്യേറ്റ് ചെയ്യാൻ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് പോയിന്റ് PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് എവിടെ മാത്രമേ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ലോക്സഭയിലോ രാജ്യസഭയിലോ. ഓക്കെ, ഇനി അപ്പോ ഓൺലി ബി ഇനീഷ്യേറ്റഡ് ബൈ ഇൻട്രൊഡ്യൂസിംഗ് എ ബിൽ ഫോർ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് പറയണം. അത് ലോക്സഭയിലും പറ്റും രാജ്യസഭയിലും പറ്റും. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാല് ഈ ബില്ല് ഒരു മിനിസ്റ്ററിനോ അതേപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബിൽ, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഒരു പ്രൈവറ്റ് മെമ്പറിന് വേണമെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആരാണ് പ്രൈവറ്റ് മെമ്പർ എന്ന് പറഞ്ഞാല് ഒരു മന്ത്രി അല്ലാത്ത എല്ലാ MP-മാരെയും പാർലമെന്റിൽ മന്ത്രിമാരെ മാത്രമേ മിനിസ്റ്റർ എന്ന് വിളിക്കുള്ളൂ. മിനിസ്റ്റർ അല്ലാത്ത ഇപ്പൊ ഒരു സെയിം റൂളിംഗ് പാർട്ടിന്റെ MP ആണെങ്കിൽ കൂടി അയാൾ മന്ത്രി അല്ലെങ്കിൽ അയാളാണ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അയാളെ പ്രൈവറ്റ് മെമ്പർ എന്നേ വിളിക്കുള്ളൂ. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലോക്സഭ ഇതിൽ നമ്മളവിടെ പഠിക്കും. എവിടെ പാർലമെന്റ് പഠിക്കുമ്പോൾ നമ്മളവിടെ പഠിക്കും കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഞാൻ ആ ടേം പറഞ്ഞു ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോ എന്താണ്, പ്രൈവറ്റ് മെമ്പറിന് വേണമെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മിനിസ്റ്റർ ഇനീഷ്യേറ്റ് ചെയ്യാം. ആൻഡ് അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്, പ്രസിഡന്റിന്റെ പെർമിഷൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്, സാധാരണ നമുക്കറിയാം മണി ബില്ല്, ഫിനാൻഷ്യൽ ബില്ലൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് പ്രസിഡന്റിന്റെ പെർമിഷൻ വേണം. പ്രസിഡന്റ് ആ പെർമിഷന് ശേഷമാണ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലിൽ എന്ത് വേണ്ട, പ്രസിഡന്റിന്റെ പെർമിഷൻ വേണ്ട. ഒരുപാട് പ്രാവശ്യം PSCയും UPSCയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്ന ഓരോ പോയിന്റും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? ഒന്ന്, ലോക്സഭയിലും രാജ്യസഭയിലും ഇനീഷ്യേറ്റ് ചെയ്യാം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് പറ്റില്ല, അത് പാർലമെന്റ് മാത്രം ഉള്ളതാണ്. പ്രൈവറ്റ് മെമ്പറിനും മിനിസ്റ്ററിനും ആ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെന്ത് വേണ്ട, പ്രസിഡന്റിന്റെ പ്രയോർ റെക്കമെൻഡേഷൻ വേണ്ട, പെർമിഷൻ വേണ്ട. ഓക്കെ, ഇനി രണ്ടാമത് അങ്ങനെ ഇനി ഇത് അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാസ്സാകാൻ വേണ്ടിയിട്ട് രണ്ട് ഹൗസും പാസേജ്, അതായത് രണ്ട് ഹൗസിലും ആണ്. അപ്പൊ രണ്ട് ഹൗസിലും സ്പെഷ്യൽ മെജോറിറ്റി കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട്, അതായത് ലോക്സഭ ആ പറയുന്ന സ്പെഷ്യൽ മെജോറിറ്റിയിൽ ലോക്സഭയിലും പാസ്സാക്കണം, അതേ പറയുന്ന സ്പെഷ്യൽ മെജോറിറ്റിയിൽ രാജ്യസഭയും പാസ്സാക്കണം. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട്. ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡൻസ് ജോയിന്റ് സിറ്റിംഗ് പറ്റില്ല. അപ്പോ എങ്ങനെ ഒരു ഡിസഗ്രിമെന്റോ ഡെഡ്ലോക്കോ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കേസിൽ ലോക്സഭയും രാജ്യസഭയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹൗസ് ഈ സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കില്ല എന്നുണ്ടെങ്കിൽ ആ ബില്ല് അവിടെ വെച്ച് തീർന്നു, അവസാനിച്ചു. ജോയിന്റ് സിറ്റിംഗ് എന്ന പ്രൊവിഷൻ എവിടെയില്ല, ജോയിന്റ് സിറ്റിംഗ് എന്ന പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കേസില്ല. ഇതും ഈ ഒരു പോയിന്റും 2-3 തവണ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആ പറഞ്ഞ മെജോറിറ്റിയിൽ രണ്ട് ഹൗസും സെപ്പറേറ്റ് ആയിട്ട് പാസ്സാക്കണം. ഓക്കെ, ഡെഡ് ലോക്ക് വന്നാൽ അവിടെ തീർന്നു, അവിടെ അത് ബില്ലായിട്ട് തന്നെ നിൽക്കും. അത് ബില്ല് ഒരിക്കലും ആക്ട് ആവില്ല, അത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലായിട്ട് നിൽക്കും, അത് ആക്ട് ആവില്ല. ഇനി മൂന്നാമത്തെ കാര്യം, അപ്പൊ അത് രണ്ട് ഹൗസും പാസ്സായി. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്, ഇനി ഈ മാറ്റുന്നത് ഫെഡറൽ പ്രൊവിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ചെയ്യുന്ന കേസിൽ ആ അമെന്റ് ചെയ്യുന്നത് ഫെഡറൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫെഡറൽ പ്രൊവിഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, സ്റ്റേറ്റിന്റെ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ റാറ്റിഫിക്കേഷൻ വേണം. അതെല്ലാം ഞാൻ ആ ടൈപ്സ് ഓഫ് മെജോറിറ്റിയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അപ്പോ സ്റ്റേറ്റിന്റെ എന്ത് മെജോറിറ്റി മതി, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ റാറ്റിഫിക്കേഷൻ എന്ത് മെജോറിറ്റി മതി, സിമ്പിൾ മെജോറിറ്റി മതി. ഓക്കെ, അവിടെ ഇതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്റ്റേറ്റിലോട്ട്, അതായത് പാർലമെന്റ് രണ്ട് ഹൗസും പാസ്സാക്കി,
എന്നിട്ട് സ്റ്റേറ്റിനോട് അപ്രൂവൽ ചെയ്യണം. അപ്പൊ അവിടെ സ്റ്റേറ്റ് ഇത്ര ഒരു മാസത്തിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ 2 മാസത്തിന്റെ ഉള്ളിലോ 3 മാസത്തിന്റെ ഉള്ളിലോ സ്റ്റേറ്റ് യെസ് ഓർ നോ എന്ന് പറയണം എന്നുള്ള അങ്ങനെയൊന്നും പറയുന്നില്ല. ടൈം ലിമിറ്റ് പറയുന്നില്ല. കൺസെന്റ് മീൻസ് എല്ലാവരും ഇത്ര സമയത്തിനുള്ളിൽ കൺസെന്റ് തന്നെ. അപ്പൊ ടൈം ലിമിറ്റ് പറയുന്നില്ല. എന്താണ്, പാർലമെന്റ് 2 ഹൗസ് പാസ്സായി കഴിഞ്ഞാൽ സ്റ്റേറ്റിലോട്ട് എത്തുമ്പോൾ, സ്റ്റേറ്റിലോട്ട് ആ ഫെഡറൽ ഫീച്ചേഴ്സ് ആണെങ്കിൽ, ഫെഡറൽ ഫീച്ചേഴ്സിലാണെങ്കിൽ മാത്രമേ സ്റ്റേറ്റിലോട്ട് എത്തുള്ളൂ. അപ്പൊ സ്റ്റേറ്റിലോട്ട് എത്തുമ്പോൾ എന്ത് വേണ്ട, സ്റ്റേറ്റിനോട് ഇത്ര സമയത്തിനുള്ളിൽ പാസ്സാക്കണമെന്നോ അല്ലെങ്കിൽ റാറ്റിഫൈ ചെയ്യണമെന്നോ ഒന്നും കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നില്ല. അപ്പൊ അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, അങ്ങനെ സ്റ്റേറ്റും പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെന്താണ്, പ്രസിഡന്റ് അടുത്തോട്ട് എത്തും. അപ്പൊ പ്രസിഡന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് ഹൗസ് പാസ്സാക്കി, ഇനി സ്റ്റേറ്റ് അപ്രൂവ് ചെയ്യേണ്ടടുത്ത് സ്റ്റേറ്റും അപ്രൂവ് ചെയ്താൽ, അങ്ങനെ ആ ബില്ല് പ്രസിഡന്റിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പ്രസിഡന്റിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. എന്ത് ചെയ്യാൻ പറ്റും, പ്രസിഡന്റിന്റെ കയ്യിലെത്തി. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലിന്റെ കേസ് വരുമ്പോൾ പ്രസിഡന്റിന്റെ പവർ 0 ആണ്. എന്നുവെച്ചാല് പ്രസിഡന്റിന്റെ പെർമിഷൻ വേണ്ട, പ്രയർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാം പാസ്സായി പ്രസിഡന്റ് അടുത്തെത്തി കഴിഞ്ഞാൽ പ്രസിഡന്റ് ഒന്നും പറയണ്ട, അപ്പൊ തന്നെ ഒപ്പിട്ട് കൊടുക്കണം. ഓക്കെ, റിജക്ട് ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ചയക്കാനോ ഒന്നും പറ്റില്ല. ഇതിനെല്ലാത്തിനും കാരണം, ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതിനെല്ലാത്തിനും കാരണം എന്താണ്, 24th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 1971 24th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ആണ് എന്ത് പറയുന്നത്, എന്താണ്, അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി, ആർട്ടിക്കിൾ 368 മാറ്റം വന്നു. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 368 മാറ്റിയ 2 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഉണ്ട്. ആർട്ടിക്കിൾ 368 മാറ്റിയ 2 ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഉണ്ട്. അതിലൊന്നാണ് എന്ത്, 24th കോൺ. അപ്പൊ നമ്മൾ മറക്കരുത്. അപ്പൊ ഇനി 24 എങ്ങനെ ഓർത്തു വെക്കണം, 24. ഓക്കെ, അപ്പൊ 24th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. ഓക്കെ, 24th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് അഗൈൻ ഇതിന്റെ PYQ വന്നിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എന്നാലും നമ്മുടെ മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 42 ഓർമ്മയുണ്ടല്ലോ അല്ലെ? 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിന് നിങ്ങൾ മറന്നുപോവോ? ഇല്ലല്ലോ. എന്താ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വരുത്തിയ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് നമ്പർ ആണ് എന്ത്, 42 എന്ന് പറയുന്നത്. ഈ 42നെ 2നെയും 4നെയും അവിടെ തിരിച്ചിട്ടാലോ, 2നെ 4നെ നമ്മൾ സ്വാപ്പ് ചെയ്താലോ, 4 ഇരിക്കുന്ന സ്ഥലത്ത് ഇങ്ങോട്ട്, അതായത് 42 4 ഇപ്പുറത്തേക്കും 2 ഇപ്പുറത്തേക്കും വന്ന് 24 ആയില്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്ത് വെച്ചോ, ഈ 2 ആർട്ടിക്കിൾ മാത്രം, 24ഉം 42ഉം, ഈ 2 ആർട്ടിക്കിൾ ആണ്, ഈ 2 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് ആർട്ടിക്കിൾ 368നെ ചേഞ്ച് ചെയ്ത, ആർട്ടിക്കിൾ 368നെ അമെൻഡ് ചെയ്ത 2 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഏതാണ്? ഒന്ന് 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്, 2 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. ഇനി മറക്കോ? ഇല്ല. ഇനി വർഷം ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇതിന്റെ വർഷം അറിഞ്ഞിരിക്കണം. ഒന്ന് 71 ആണ്, 1971 ആണ്. 1971 നമുക്കൊരു പ്രത്യേകത ഉണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ വാർ അല്ലെ? 1971 പ്രത്യേകത ഇന്ത്യ പാകിസ്ഥാൻ വാർ, ഇന്ത്യ ജയിച്ച വാർ, ബംഗ്ലാദേശ് ഉണ്ടായ വാർ. അപ്പൊ ഇനി 71 മറക്കോ? ആ വർഷം മറക്കോ? ഇല്ല. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഫാക്ടിനെ നമുക്ക് അറിയാവുന്ന ഇൻഫോർമേഷൻ ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് വർഷം ഏതാണ്? 1971. എന്ത് ചെയ്തു? ആർട്ടിക്കിൾ 368 ഒരു കുറെ അമെൻമെന്റ് ചെയ്തു. അതിനൊരു ഹിസ്റ്ററി ഉണ്ട്, ഞാൻ ആ കേസസ് ഒക്കെ ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ 5 വർഷത്തിന് ശേഷം 76 ആ വർഷം നമ്മൾ 76 നമ്മൾ മറക്കില്ല. എമർജൻസി 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഡാറ്റ നിങ്ങളുടെ സിലബസിൽ ഉള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു PSC ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിന് മേലെ ഉണ്ട് വെറും 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് നിന്ന്. അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും വർഷം മറക്കില്ല, നമ്പറും മറക്കില്ല. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യാ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി അപ്പൊ അങ്ങനെ പ്രസിഡന്റ് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, അസെന്റ് കൊടുത്തേ പറ്റൂ. പ്രസിഡന്റ് ബില്ലിന് അസെന്റ് കൊടുത്താൽ, പ്രസിഡന്റിന് അസെന്റ് കിട്ടിയാൽ എന്ത് സംഭവിക്കും? ബില്ല് എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ എന്തായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് എന്ന് പറയുള്ളൂ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലിനെ ഹൗസിൽ അവതരിപ്പിച്ചു. ഫെഡറൽ ഫീച്ചേഴ്സ് ആണെങ്കിൽ അത് സ്റ്റേറ്റിലോട്ട് പോയി, അപ്പോഴും ബില്ല് തന്നെയാണ്.
ബില്ല് സ്റ്റേറ്റും റാറ്റിഫൈ ചെയ്തു, ആ ബില്ലിനെ പ്രസിഡന്റ് ഒപ്പിട്ടാൽ ആ ബില്ലെന്തായി മാറി? ബില്ലെന്തായി മാറി? ആക്ടായി മാറി. ബില്ലെന്തായി മാറി? ആക്ടായി മാറി. ബില്ല് ആക്ടായി മാറി. ആ ബില്ല് ആക്ട് ആവുമ്പോഴാണ് കംപ്ലീറ്റ് ആണ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ബില്ല് എന്തായി മാറി? കോൺസ്റ്റിറ്റ്യൂഷണൽ. അപ്പൊ എന്താ വെറും അമെന്റ്മെന്റ് എന്നല്ല പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയും. അതിലൊരു നമ്പറും ഉണ്ടാവും, അതിലൊരു നമ്പർ ഉണ്ടാവും. ആ നമ്പറാണ് നമ്മുടെ സിലബസിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ പറഞ്ഞ കാര്യമാണ്. ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ കാര്യം, സിമ്പിൾ ഭാഷയിലല്ല ഈ മെറ്റീരിയൽ കിടക്കുന്നത്. നിങ്ങൾ ആ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് വായിച്ചു നോക്കൂ, തലവേദനയ്ക്കും. ഈ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. തല ഭ്രാന്താക്കിയിട്ടാണ് അവര് നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ കിടക്കുന്നത്. അത് ഇതിന്റെ ലാസ്റ്റ് കാണിച്ചു തരാം ഞാൻ. അതിന് ആവശ്യമുണ്ട്, അത് എന്താണെന്നുള്ളതും പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. ഇനി എന്റെ പണി തീർന്നു. നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തേ. 2023 ചോദിച്ച ചോദ്യമാണ്. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ. 20 ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നിങ്ങൾ പഠിക്കേണ്ട, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ ഏതൊക്കെ ആക്ട് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതൊന്നും നമ്മൾ പറയില്ല. ഒരുപാട് ആക്ട് നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ 25ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ സ്ഥലത്തെത്തുമ്പോൾ ഞാൻ പറയും. ഇത് ഇന്ന് പഠിക്കുന്ന ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ട് മാത്രം ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് ആക്ട്, അതേപോലെ ഒരുപാട് ആക്ട് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് സിലബസിലില്ല, പക്ഷെ ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ 7th അമെന്റ്മെന്റ് ആക്ട് സിലബസിലില്ല, 7th അമെന്റ്മെന്റ് ആക്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതേപോലെ കുറെ ഇമ്പോർട്ടന്റ് ആക്ട് സിലബസിൽ ഇല്ലാത്തതുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും. പക്ഷെ അതാത് ടോപ്പിക്ക് പഠിക്കുമ്പോൾ അപ്പൊ ഞാൻ പറയുള്ളൂ. ഇപ്പൊ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടേ ഉള്ളൂ. ഏതാണ്? 24ഉം 42ഉം. അപ്പൊ നിങ്ങൾ വെറുതെ കൺഫ്യൂഷൻ ആക്കില്ല. നിങ്ങൾ സിമ്പിൾ ആയിട്ട് പഠിക്കൂ, വളരെ സ്ട്രക്ചർഡ് ആയിട്ട് പഠിക്കൂ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കൂ. ഓക്കെ, അപ്പൊ ഞാൻ പഠിപ്പിക്കാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ചോദിക്കില്ല. അത് സമയമാകുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഓക്കെ, കണ്ടോ എല്ലാവരും ആൻസർ ചെയ്തു. ഐ എം വെരി ഹാപ്പി. കണ്ടോ, ഇത് ഞാൻ ഇവിടെ PSC ചെയ്യുന്ന പരിപാടി നോക്കി. ഇതൊക്കെ മുമ്പ് UPSC ചെയ്തിരുന്ന പരിപാടിയാണ്. എന്ത് UPSC ആണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. എന്താ പരിപാടി ചെയ്തിരുന്നത് ഇവിടെ? ഓക്കെ, ഇപ്പൊ ഇതിപ്പോ ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിങ്ങൾ അത് കണ്ടു. പക്ഷെ എക്സാമിന്റെ സമയത്ത് ആ ടെൻഷനും ആ ഒച്ചത്തിന്റെ ബഹളത്തിന്റെ ഇടയിൽ ഇതൊന്നും കാണില്ല. ചിലപ്പോൾ അത് സ്പെഷ്യൽ സിമ്പിൾ ആയിട്ട് അത് സിമ്പിൾ ആയിട്ട് വായിച്ചു കളയും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ ആ എക്സാമിന്റെ സമയത്തുള്ള ടെൻഷനും പ്രഷറൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ടെസ്റ്റ് നമ്മൾ നടത്തും. ഓക്കെ, ഗംഭീരമായിട്ട് നടത്തും. ഓക്കെ, അത് നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ അതൊക്കെ നമുക്ക് ശരിയാക്കി തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? അപ്പൊ എല്ലാവർക്കും ഇനി എന്താ തെറ്റാനുള്ള കാരണം? എന്താ? ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ ഇനീഷ്യേറ്റ് എന്നാ പറയുന്നത്. പറ്റുമോ? ഇല്ല. അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിൽ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് ഇവിടെ തെറ്റാനുള്ള കാര്യം? എന്താണ്? amendment which affects the federal structure must be ratified by the half of the state legislature. അവിടെ വരെ ശരിയായി. എന്നിട്ട് ഇവിടെ മാത്രം അവന്മാര് പറ്റിച്ച് സിമ്പിളിന് സ്പെഷ്യൽ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ ആൻസർ എന്താ വരുന്നത്? ആൻസർ വരുന്നത് D ആണ്. ആൻസർ വരുന്നത് രണ്ടും തെറ്റാണ്. എല്ലാവർക്കും കിട്ടി. എന്താ ആർക്കാ A കിട്ടിയത്? ആർക്കും A കിട്ടിയിട്ടുണ്ടല്ലോ. ആ A കിട്ടിയ ആൻസർ ഒന്ന് നോക്കിയേ. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. ക്ലാസ് കേട്ടില്ലായിരുന്നോ? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ 1 only ആണോ? 1 തെറ്റല്ലേ? ശ്രദ്ധിക്കട്ടോ. ഓക്കെ, അൻസി C8Z. ഓക്കെ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. D ആണ് കേട്ടോ ആൻസർ. ഓക്കെ, ഇനി 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം ഇതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ മുമ്പെടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ടൈം പീരീഡ് ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല ക്ലാസ്സിലായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓരോ കാലഘട്ടത്തിൽ ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, 64 വരെ പ്രൈം മിനിസ്റ്റർ നെഹ്റു ആയിരുന്നു. പിന്നെ ഒരു 2 വർഷത്തേക്ക് ലാൽ ബഹാദൂർ ശാസ്ത്രി ആയിരുന്നു. 66 മുതൽ ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ 71 എന്നൊക്കെ പറയുമ്പോൾ ആരാണ് പ്രൈം മിനിസ്റ്റർ? ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് ഈ ആക്ട് പാസ്സാകുന്നത്. അപ്പൊ ഈ ആക്ടിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ
ഈ 4 വർഷം മുമ്പ് ഗോലക്നാഥ് കേസിൽ 1967 ഗോലക്നാഥ് കേസിൽ ആർട്ടിക്കിൾ മീൻസ് അവിടെ ആർട്ടിക്കിൾ 13 ഉണ്ട്. ആർട്ടിക്കിൾ 13 എവിടെ വരും? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ റേഞ്ചിൽ വരും. ഇതൊക്കെ ഈ റേഞ്ച് എല്ലാം ഹൗ ടു പ്രിപ്പയർ മീൻസ് എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം എന്നുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. റേഞ്ച് ഒക്കെ എങ്ങനെയാണ്, അതാണ് ഞാൻ പറഞ്ഞ ആ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. ആ വീഡിയോ എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കാണുക. അപ്പൊ കുറെ കാര്യങ്ങൾ ക്ലാരിറ്റി വരും. നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്നുള്ളതും, എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സിമ്പിൾ ആയിട്ട് പഠിക്കുക എന്നുള്ളതും, എങ്ങനെ നല്ല മാർക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ പോയാൽ തന്നെ അത്ര ഭയങ്കര ഡിഫിക്കൽട്ട് ആണെങ്കിൽ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ഡിഫിക്കൽട്ട് ആയാൽ തന്നെ നമുക്ക് 1 മാർക്കേ നഷ്ടപ്പെടാൻ പാടുള്ളൂ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സ്നേഹിക്കേണ്ടതും പഠിക്കേണ്ടതും. ഓക്കെ, അപ്പോ ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, 12 മുതൽ 35 വരെ ആ റേഞ്ച് ആർട്ടിക്കിൾ 12 തുടങ്ങി ആർട്ടിക്കിൾ 35 അവസാനിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള അത്. അപ്പൊ അത് പാർട്ട് 3 ആണ്. അത് ഫണ്ടമെന്റൽ റൈറ്റ്സും ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സും ആണ്. ഓക്കെ, അപ്പോ ആർട്ടിക്കിൾ 13 എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് സംബന്ധമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ആ ആർട്ടിക്കിൾ 13 പറയുന്നുണ്ട് എന്താണ്, ഏതെങ്കിലും ഒരു ലോ, അവിടെ പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ലോവും പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഒക്കെ പറയുന്നുണ്ട്. പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുമ്പുള്ള ലോ. പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ 1950 ശേഷമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷമുള്ള ലോ. അപ്പൊ അവിടെ പറയുന്നുണ്ട് എന്താണ്, ഈ ലോസ്, ഈ പറയുന്ന ലോ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഫണ്ടമെന്റൽ റൈറ്റിനെ അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് എന്ത് അങ്ങനെ ആ പ്രൊവിഷനെ ഗോലക്നാഥ് കേസിൽ സുപ്രീം കോടതി എന്ത് ചെയ്തു, ആ കേസ് ആ പ്രൊവിഷൻ എടുത്തിട്ട് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ ഒരു റിയാക്ഷനാണ്, ആ കേസിന്റെ റിയാക്ഷനാണ് നമ്മൾ ഗവൺമെന്റ് വന്നത് എന്താണ്, ഇങ്ങനെ കൊണ്ടുവന്നത് എന്താണ്, ഈ കൊണ്ടുവന്നിട്ട് പറഞ്ഞു എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ് മാത്രമല്ല പാർലമെന്റിന് എന്തുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്തും ചെയ്യാനുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്തും ചെയ്യാനുള്ള അമെൻഡ് ചെയ്യാനുള്ള പവർ പാർലമെന്റിനുണ്ട്. അത് ഫണ്ടമെന്റൽ റൈറ്റ് ഉൾപ്പെടെ എന്നുള്ളത്. അത് പിന്നീട് 73 ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 1973 കേശവാനന്ദ ഭാരതി കേസിൽ ഇതിന് അംഗീകരിച്ചു. ഈ 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിനെ എന്ത് ചെയ്തു, സുപ്രീം കോടതി അംഗീകരിച്ചു. എന്നിട്ട് പറഞ്ഞു എന്താണ്, ഈ പാർലമെന്റിന്റെ ഈ പവറൊക്കെ ഞാൻ സമ്മതിച്ചു, നീ വരുത്തിയ മാറ്റങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നിന്റെ പവർ, അതായത് പാർലമെന്റിന്റെ പവർ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള പവർ അബ്സല്യൂട്ട് പവർ അല്ല. എന്താണ്? അപ്പോഴാണ് ഒരു ഇമ്പോർട്ടന്റ് ഡോക്ട്രിൻ വരുന്നത്, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറഞ്ഞ ഡോക്ട്രിൻ പറഞ്ഞു. എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ചില പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ഉണ്ട് ഭയങ്കര. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു കെട്ടിടം പണിയാണ്, അതിന്റെ ആ ബേസ് സ്ട്രക്ചർ സ്ട്രോങ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിപ്പോൾ ഇടിഞ്ഞൊളിഞ്ഞ് വീഴില്ലേ? അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് കുറെ ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് എങ്ങാനും നിങ്ങൾ മാറ്റിക്കളഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ആ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് കൊടുത്ത ആ ഒരു ശക്തി ഉണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. ഇപ്പോ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സമയത്താണ് ഇൻഡിപെൻഡന്റ് ആകുന്നത്, ഒറ്റ ദിവസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. പാകിസ്ഥാൻ ഒരു റിലീജിയസ് സ്റ്റേറ്റ് ആയിട്ട് വന്നപ്പോ ഇന്ത്യ സെക്യുലർ സ്റ്റേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ ഇന്ത്യയുടെ ഒരു മീൻസ് ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ അപ്പൊ ആ സെക്യുലറിസം എന്താണ്, നമ്മുടെ ഇതാണ്, അത് മാറ്റാൻ പറ്റില്ല. ഇന്ത്യ ഒരു റിലീജിയസ് സ്റ്റേറ്റ് ആണെന്ന് ആർക്കും ചെയ്യാൻ പറ്റില്ല. അതേപോലെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, സുപ്രീം കോടതിക്ക് പവർ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അതൊക്കെ ഞാൻ പറയാം. ഓക്കെ, ഓരോരോ ക്ലാസ്സുകളിലായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഡെമോക്രസി, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്, അതിന് ഇന്ത്യ ഒരിക്കലും ഡെമോക്രസി എടുത്തു കളയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ ബേസിക് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ആര് പറഞ്ഞു? അപ്പൊ ഇങ്ങനത്തെ അത് വ്യക്തമായിട്ട് ലിസ്റ്റ് ചെയ്തില്ല എന്തൊക്കെയാണ്. അവിടെ ഒരു സുപ്രീം കോടതി ഒരു വളരെ കിടിലം ബുദ്ധി ഉപയോഗിച്ചു. എന്താണ് ബേസിക് സ്ട്രക്ചർ എന്നുള്ളത് അന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ട്. പിന്നീട് എന്ത് ചെയ്തു? അപ്പൊ 73 ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന്റെ പേര് പറഞ്ഞ് പിന്നീട് പല കേസുകളിലായിട്ട് ഓരോ ഇമ്പോർട്ടന്റ് കേസസ് വരുമ്പോ സുപ്രീം കോടതി പറയും ഇത് ബേസിക് സ്ട്രക്ചർ ആണ് കേട്ടോ. അപ്പൊ ഇത് ബേസിക് സ്ട്രക്ചർ ആണ് സുപ്രീം കോടതി പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പാർലമെന്റ് അത് തൊടാൻ പറ്റില്ല. അങ്ങനെ അത് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന് അതിങ്ങനെ ഇവോൾവ് ആയി അതിന്റെ ലിസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. ഓക്കെ, അപ്പൊ ആ ഹിസ്റ്ററി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ ആർട്ടിക്കിൾ അപ്പൊ ഈ 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്ത് ചെയ്തു? 24 PSC ചോദിച്ച ചോദ്യമാണ്.
അപ്പൊ 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് മാറ്റം വരുത്തിയത് 368 മാത്രമല്ല എന്താണ് ആർട്ടിക്കിൾ 13 മാറ്റം വരുത്തി. എന്ത് പറഞ്ഞു? അവിടെ ആർട്ടിക്കിൾ 13 പല തരത്തിലുള്ള ലോസ് പറയുന്നുണ്ട്. അതിൽ പറഞ്ഞു ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് എന്ന ആക്ട് ആർട്ടിക്കിൾ 13 പറയുന്ന ലോ ആർട്ടിക്കിൾ 13 ലോ എന്ന് പറയുന്നുണ്ട്. ലോ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ ലോയില് എന്ത് വരില്ല എന്ന് പറഞ്ഞു? കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് വരില്ല എന്ന് എവിടെ ആര് പറഞ്ഞു? 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പറഞ്ഞു. അതിനെ എന്ത് ചെയ്തു? 73 സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു. അപ്പൊ അതൊന്നും പ്രശ്നം പറഞ്ഞില്ല. അപ്പൊ 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിന് അത് നള്ളാണോ വോയിഡ് എന്ന് പറഞ്ഞില്ല. അത് ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷെ പറഞ്ഞത് എന്താണ്? ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു, ബേസിക് സ്ട്രക്ചർ എന്നുള്ള. അപ്പൊ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ, ആർട്ടിക്കിൾ 13. അപ്പൊ ഈ 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പൊ ആർട്ടിക്കിൾ 13 മാറ്റം വരുത്തി, ആർട്ടിക്കിൾ 368 മാറ്റം വരുത്തി. ആ ആർട്ടിക്കിൾ 368 കുറെ പ്രൊവിഷൻസ് മാറ്റം വരുത്തി. ആ മാറ്റം വരുത്തിയപ്പോൾ തന്നെ എന്ത് ചെയ്തു? ആ സമയത്താണ് അതുവരെ പ്രസിഡന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിൽ ഇതേപോലെ ആയിരുന്നില്ല, കുറച്ച് പവർ ഉണ്ടായിരുന്നു. സാധാരണ ബില്ല് പോലെ തന്നെ കുറച്ച് പവർ ഉണ്ടായിരുന്നു. പക്ഷെ ഈ 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ആണെന്ന് പറഞ്ഞത് ഇനി പ്രസിഡന്റിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒപ്പിട്ട് കൊടുത്തുകൊണ്ടെന്ന് പറഞ്ഞത്. അത് റിജക്ട് ചെയ്യാനോ റിട്ടേൺ ചെയ്യാനോ വിത്ത് ഹോൾഡ് ചെയ്യാനോ പ്രസിഡന്റിന് പറ്റില്ല. എന്ത് ചെയ്യണം? കിട്ടിയ ഉടനെ എന്ത് ചെയ്യണം? അപ്രൂവൽ കൊടുത്തേക്കണോ, അസെന്റ് കൊടുത്തേക്കണോ എന്ന് പറഞ്ഞത്. ആ മാറ്റം വന്നത്, ഒറിജിനൽ ക്വസ്റ്റനിൽ മാറ്റം വന്നത് 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ്. അപ്പൊ ഇതൊക്കെയാണ് 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്നത്. അപ്പൊ ഒന്ന് ജസ്റ്റ് അപ്പൊ 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഇവിടെ പറയുന്നുണ്ട്, അതിന്റെ ഹിസ്റ്ററി പറയുന്നുണ്ട്. ഗോലഖ്നാഥ് കേസിൽ ആർട്ടിക്കിൾ 13 ക്ലോസ് 2 ലോ പറയുന്നുണ്ട്. അപ്പൊ ആ ലോ പ്രകാരം ഗോലഖ്നാഥ് കേസിൽ എന്ത് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞു എന്ത്? അതിനുള്ളൊരു പ്രതികാരമായിരുന്നു. അപ്പൊ ഇവിടെ ശരിക്കും ആലോചിക്കണം, ഇന്ദിരാഗാന്ധി പീരീഡില് സുപ്രീം കോടതിയും പാർലമെന്റും തമ്മിൽ ഫൈറ്റ് ആയിരുന്നു. നെഹ്റുവിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. നെഹ്റുവിന്റെ കാലത്ത് ഭയങ്കര കോഡിയൽ റിലേഷൻ ആയിരുന്നു. നെഹ്റുവിന്റെ കാലം കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ കാലത്തിന് ശേഷമാണ് സുപ്രീം കോടതി. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാല് സുപ്രീം കോടതി ചില ജഡ്ജ്മെന്റിലൂടെ പാർലമെന്റ് കൊണ്ടുവന്ന സാധനത്തിന് ചോദ്യം ചെയ്യും. അപ്പൊ പാർലമെന്റ് വീണ്ടും അതിനെന്ത് ചെയ്യും? മറുപടി കൊടുക്കും വേറൊരു അമെന്റ്മെന്റിലൂടെ. അപ്പൊ ഇങ്ങനെ ഈ കളികളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഗോലഖ്നാഥ് കേസിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പാർലമെന്റ് എന്ത് ചെയ്തു? അതായത് ഗവൺമെന്റ് എന്ത് ചെയ്തു? 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വന്നു. അപ്പൊ അതിനുശേഷമാണ് 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിന് ശേഷമാണ് അപ്പോൾ ഇത് വന്നല്ലോ, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്നൊരു സാധനം വന്നല്ലോ. അപ്പൊ അതിനുശേഷം എന്ന് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഈ കേസിലാണ് നമ്മൾ പറഞ്ഞത് എന്താണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഒക്കെ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആണ്. അപ്പൊ അൺലിമിറ്റഡ് അല്ല അല്ലെങ്കിൽ അബ്സല്യൂട്ട് അല്ല എന്നൊക്കെ പറഞ്ഞു, ബേസിക് സ്ട്രക്ചർ കാര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. മെറ്റീരിയൽ ഒന്ന് വായിച്ചാൽ മതി. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് സ്ട്രക്ചർ ആയിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് വായിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പൊ അതിനുശേഷം ബേസിക് സ്ട്രക്ചർ വന്നതിന് ശേഷം പിന്നെന്ത് ചെയ്തു? എമർജൻസി വന്നപ്പോ 73 വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കറിയാം 75 എമർജൻസി വന്നു. 1975 എമർജൻസിക്ക് വരാനുള്ള കാരണം തന്നെ ഇവർ തമ്മിലുള്ള ഫൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ 75 എമർജൻസി വന്നപ്പോ ആ കാലഘട്ടം 75 to 77 എമർജൻസിന്റെ കാലഘട്ടം. ആ സമയത്ത് 76 ഇന്ദിരാഗാന്ധി 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവരുന്നു, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതും. ആ മിനി കോൺസ്റ്റിറ്റ്യൂഷനിലെ പല ഭാഗത്തും ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. നമ്മൾ ഇവിടെ ആർട്ടിക്കിൾ 368 അല്ലെങ്കിൽ പാർട്ട് 20 എന്ത് മാറ്റം വരുത്തി എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ എന്താണ് ചെയ്തെന്ന് വെച്ചാല് എന്ത് ചെയ്തു? 2 പുതിയ ക്ലോസസും കൂടി. ഓക്കെ, അപ്പൊ ക്ലോസ് 3 അതായത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 368 ക്ലോസ് 1 ക്ലോസ് 2 ഉണ്ടായിരുന്നുള്ളൂ. ക്ലോസ് 3 24th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്നു, ഇൻസേർട്ട് ചെയ്തു. ക്ലോസ് 4 ക്ലോസ് 5 ആര് ഇൻസേർട്ട് ചെയ്തു? 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്നു. അപ്പൊ എന്താണ് ഈ ക്ലോസ് 4 ക്ലോസ് 5 അതായത് 368 ക്ലോസ് 4 ക്ലോസ് 5 പറയണെന്ന് വെച്ചാല് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ബിയോണ്ട് ജുഡീഷ്യൽ റിവ്യൂ ആണെന്ന് പറഞ്ഞു. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ചെയ്ത കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല? ജുഡീഷ്യറിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല.
എന്നുവെച്ചാല് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ് ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു, മക്കളെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ആരോട് പറഞ്ഞു? പറഞ്ഞു. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് എന്താണ്? ബേസിക് സ്ട്രക്ചർ ആണ്. ബേസിക് സ്ട്രക്ചർ ആണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കൊണ്ടുവന്ന ഈ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിൽ കൊണ്ടുവന്ന ഈ ക്ലോസ് 4ഉം ക്ലോസ് 5 ഉണ്ടല്ലോ, ഞങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഈ പവർ, അത് ഞങ്ങൾ അങ്ങനെ എടുത്ത് കളയാണ്. അതിനെ ഞങ്ങൾ ഇൻവാലിഡ് ആക്കി കളയാണ്. അതിനുള്ള പവർ ഉണ്ട് ആർക്ക്? ജുഡീഷ്യറിക്ക്. അങ്ങനെ ഇപ്പൊ ക്ലോസ് 4ഉം ക്ലോസ് 5ഉം ഇവർ കൊണ്ടുവന്നെങ്കിലും ഇപ്പോ ആ പ്രൊവിഷൻ ഇല്ല, അത് നൾ ആൻഡ് വോയിഡ് ആയി. അപ്പൊ 3 ക്ലോസസ് ഇപ്പൊ നിലവിലുള്ളൂ. പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം ക്ലോസ് 4ഉം ക്ലോസ് 5ഉം 42nd അമെന്റ്മെന്റ് കൊണ്ടുവരാൻ ശ്രമിച്ചു, അത് കൊണ്ടുവന്നു. പക്ഷെ അത് എപ്പോഴാണ്? അപ്പൊ 76-ൽ കൊണ്ടുവന്നു. അത് മിനർവ മിൽ കേസിൽ 4 വർഷത്തിന് ശേഷമാണ് ഈ പ്രൊവിഷൻസ് സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ ആ ഒരു ക്രോണോളജി ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്, എന്തിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്? ആർട്ടിക്കിൾ 368 ബന്ധപ്പെട്ട കാര്യത്തിലാണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വേറെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടല്ല. അത് ഫണ്ടമെന്റൽ റൈറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് പഠിക്കുമ്പോൾ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവും. ഇത് ആർട്ടിക്കിൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 368 അത് പഠിക്കുമ്പോൾ ഇങ്ങനെ പോയാൽ മതി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാം? അപ്പോ ഈ ആർട്ടിക്കിൾ 368 ഇങ്ങനെ പ്രൊവിഷൻസ്, ഇങ്ങനെ മാറ്റങ്ങളെല്ലാം വന്ന് ഇപ്പൊ നിലവിൽ ആർട്ടിക്കിൾ 368 ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആർട്ടിക്കിൾ 368 നമുക്ക് വേണം. എന്താണ്? നമുക്ക് ഏതെങ്കിലും ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ വുമൻസ് റിസർവേഷൻ കൊണ്ടുവരാൻ പറ്റുമോ? അല്ലെങ്കിൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? അന്നൊന്നും ഇങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അതൊരു പോരായ്മയാണെന്ന് നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഫ്ലെക്സിബിലിറ്റി, അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലിവിങ് ആണെന്ന് പറയാനുള്ള കാരണം എന്താ? ലിവിങ് എന്ന് പറയുന്നത് സാഹചര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ആ ഡൈനാമിക്സ് ഒക്കെ, നമ്മുടെ ആ പൊളിറ്റിക്കൽ എൻവയറമെന്റ് മാറുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും അതനുസരിച്ച് ഇവോൾവ് ചെയ്യും. അത് ഇവോൾവ് ചെയ്യാൻ അതിനു വേണ്ടി ഒരു പാർലമെന്റ് കൊടുത്ത ഒരു പവർ ആണ് എന്ത്? ആർട്ടിക്കിൾ 368. പക്ഷെ ആ പവർ എന്തല്ല? അബ്സല്യൂട്ട് അല്ല, അൺലിമിറ്റഡ് അല്ല. അത് എന്താണ്? ബേസിക് സ്ട്രക്ചർ എന്ന ഡോക്ട്രിന് അനുസരിച്ച് വേണം. അതിനൊന്നും ചെയ്യാൻ പാടില്ല. അത് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ്. ഇനി നമുക്ക് കുറെ ചോദ്യങ്ങളുണ്ട്. ഇനിയാണ് നമ്മുടെ റിയൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു സിമ്പിൾ ടോപ്പിക് ആണ്. നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇനി ഓരോരോ ക്വസ്റ്റ്യൻസ് എടുത്ത് നമുക്ക് അങ്ങോട്ട് സോൾവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി, ഇതൊക്കെ PSCന്റെ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ക്വസ്റ്റ്യൻ തന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. PSC ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ എന്നുള്ള. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. ഇനി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാം. UPSC ആസ്പിറൻസ് ഒക്കെ ക്ലാസ് കേൾക്കുന്നതിൽ അറിഞ്ഞതിൽ സന്തോഷം. ഇനി എന്നാ ആ UPSC ആസ്പിറന്റ് ഒന്ന് ആൻസർ ചെയ്തേ. ഇത് ഇൻകറക്റ്റ് ആണ്, കറക്റ്റ് അല്ല ചോദിച്ചേക്കുന്നത്, ഇൻകറക്റ്റ് ആണ്. ആ മേലെ കണ്ടോ ഇൻകറക്റ്റ് എന്നുള്ള കാര്യം? നിങ്ങൾ കണ്ടോ? അത് കണ്ടില്ല അല്ലേ? ഇൻകറക്റ്റ് എന്നുള്ളത് ക്വസ്റ്റ്യൻ കണ്ടില്ല അല്ലേ? ഞാൻ ബോൾഡ് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഇൻകറക്റ്റ് ആണ് ചോദിച്ചേക്കണത്, കറക്റ്റ് അല്ല ചോദിച്ചേക്കണത്, ഇൻകറക്റ്റ്. അപ്പൊ നിങ്ങളൊന്ന് നമുക്ക് എല്ലാം വായിക്കാം. വെറുതെ ഒന്ന് D ഒന്ന് വായിച്ചു നോക്കിയേ. There is a provision to hold a joint sitting of both the house of the parliament if a deadline occurs over passing. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടോ കോൺസ്റ്റിറ്റ്യൂഷനിൽ? ഇല്ല. അതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് ഓരോരോ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കാം. There is no provision for a special body like constitutional convention or constitutional assembly to amend the constitution. വേണ്ട, അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? പാർലമെന്റിന് ആ പവർ കൊടുത്തു, കോൺസ്റ്റിറ്റ്യൂന്റ് പവർ അങ്ങോട്ട് കൊടുത്തു. അപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതിനു ശേഷം അതിന്റെ റോള് തീർന്നു. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർക്ക് ആ പവർ കൊടുത്തു? കോൺസ്റ്റിറ്റ്യൂന്റ് പവർ ആര് കൊടുത്തു? ആർട്ടിക്കിൾ 368 പാർലമെന്റിന് കൊടുത്തു. അപ്പൊ നമുക്കൊരു സ്പെഷ്യൽ ബോഡിന്റെ ആവശ്യമില്ല കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പാർലമെന്റിന് തന്നെ ലെജിസ്ലേറ്റീവ് പവറും നമ്മൾ പഠിച്ചതാണ്. പിന്നെ ദ പവർ ടു ഇനിഷ്യേറ്റ് ആൻ അമെൻഡ്മെന്റ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ലൈസ് വിത്ത് ദി പാർലമെന്റ്, നമ്മൾ പഠിച്ചതാണ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കനോട്ട് ക്രിയേറ്റ് ഓർ അബോളിഷ് ലെജിസ്ലേറ്റീവ്. അവിടെ ശ്രദ്ധിക്കണം, അതായത് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസില് ക്രിയേറ്റ് ചെയ്യാനും അബോളിഷ് ചെയ്യാനും ഇനീഷ്യേഷൻ എടുക്കേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആരാണ്? അത് അവിടെ ഒരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ അവർ പാസ്സാക്കുകയും വേണം. പക്ഷേ അത് അത് ഇനീഷ്യേഷൻ ആണ്. അത് വേണമോ, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒരു സ്റ്റേറ്റിന് വേണമോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന പാർലമെന്റ് വേണ്ടെന്ന് വിചാരിച്ചാൽ സ്റ്റേറ്റ് പാസ്സാക്കിയിട്ട് കാര്യമില്ല.
മനസ്സിലായി? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. എവിടെ പഠിക്കും? നിങ്ങളുടെ സിലബസിലുണ്ടോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ? ഉണ്ട്, അവിടെ പഠിക്കും. പിന്നെ നോ ടൈം ലിമിറ്റ് ഹാസ് ബീൻ സെറ്റ് ടു പാസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ബിൽ. സ്റ്റേറ്റ് അസംബ്ലീസ് ക്യാൻ ഐദർ അപ്രൂവ് ഓർ, അതായത് ഒന്ന് സ്റ്റേറ്റിന്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ, സ്റ്റേറ്റിനോട് അടുത്ത്, അതായത് ഫെഡറൽ ഫീച്ചേഴ്സ് ആണെങ്കിൽ പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞാൽ, അപ്പൊ ശ്രദ്ധിക്കണേ, പാർലമെന്റ് പാസ്സാക്കി, അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. പാർലമെന്റ് പാസ്സാക്കി സ്റ്റേറ്റിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ടൈം ലിമിറ്റ് ഉണ്ടോ? ഇല്ല. ഇനി സ്റ്റേറ്റിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്റ്റേറ്റിന് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം. ഒരു സ്റ്റേറ്റ് ഇപ്പൊ കേരളത്തിന് വേണമെങ്കിൽ പറയാം ഞാൻ ഇതിനെ എതിർക്കും എന്ന് പറയാം. പക്ഷേ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് അത് അപ്രൂവൽ കിട്ടിയാൽ അതെന്തായി മാറി? എല്ലാ സ്റ്റേറ്റിനും വേണോ? എല്ലാ സ്റ്റേറ്റിനും അപ്രൂവൽ വേണോ? വേണ്ട, പകുതി സ്റ്റേറ്റിന് മതി. അപ്പൊ സ്റ്റേറ്റ് അസംബ്ലിക്ക് വേണമെങ്കിൽ അവരുടെ അടുത്തേക്ക് എത്തിയ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ബില്ലിനെ ഒന്നില്ലെങ്കിൽ അപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അവിടെ അവർക്ക് ആ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ സ്റ്റേറ്റിന്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ പാസ്സാക്കണമെന്ന് പറയുന്നുണ്ട്? ഇല്ല. അപ്പൊ ഈ ഇത് നല്ല സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് എന്ത് ചെയ്താൽ മതി? ഒരു മാസം കഴിഞ്ഞിട്ട് ഇത് ഒന്നുകൂടി സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഇതിനാണ് ഈ PYQ ഞാൻ ആദ്യമേ പറഞ്ഞത്, എങ്ങനെയാണ് ഈ മെറ്റീരിയൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങളുടെ കൺസെപ്റ്റ് ക്ലിയർ ആണ്, അടിപൊളിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. ഇതും PSCന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കട്ടോ. ഈ ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾ ചോയ്സ് നോക്കണം. ഓക്കെ, ചോയ്സ് നോക്കിയാൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. ഈ 3 സ്റ്റേറ്റ്മെന്റിൽ ഒന്നില്ലെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരെണ്ണം തെറ്റുണ്ടാവും. ആ ഒരെണ്ണം ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ നിങ്ങൾക്ക് ആൻസറും കിട്ടും. അപ്പൊ ചോയ്സ് ഒക്കെ ശരിക്കും നോക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്. ദാറ്റ് ക്യാൻ ബി അഫക്റ്റഡ് ബൈ സിമ്പിൾ മെജോറിറ്റിയിൽ, അത് ആർട്ടിക്കിൾ 368 സിമ്പിൾ മെജോറിറ്റിയെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മറ്റു 2 മെജോറിറ്റിയെ കുറിച്ചും പറയുന്നുണ്ട്, സ്പെഷ്യൽ മെജോറിറ്റിയും സ്റ്റേറ്റ് റാറ്റിഫിക്കേഷനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ ആൻസർ എന്താ? 1 and 2 only. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തേ. സിമ്പിൾ ആണ്. സിമ്പിൾ വെച്ചാൽ ഇപ്പൊ സിമ്പിൾ ആണ്, മുമ്പ് സിമ്പിൾ ആവില്ല. അപ്പോ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആർട്ടിക്കിൾ 368 എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 368 സംബന്ധമായിട്ട് 2 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റേ ഉള്ളൂ. ഏതൊക്കെയാണ്? 24 42. 24 മറിച്ചിട്ടാൽ 42, അല്ലെങ്കിൽ 42 മറിച്ചിട്ടാൽ 24. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് 24 ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. അപ്പൊ ഇനി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ UPSC ആണെങ്കിലും PSC ആണെങ്കിലും ചോയ്സ് വരുമ്പോൾ ആ ബാക്കിയുള്ള ചോയ്സ് കൂടി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ 21st ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വെറുതെ ആ ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് ഞാൻ ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ട്, അത് ഇനി ചോദിക്കാനൊന്നും പോകണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നേ ഉള്ളൂ. എന്താണ്? 1967 പാസ്സാക്കിയതാണ് 21st അമെൻഡ്മെന്റ്. എന്താ ചെയ്തത്? നമ്മുടെ 8th ഷെഡ്യൂളിലോട്ട് സിന്ധി എന്ന ലാംഗ്വേജ്, നമുക്കിപ്പോൾ അറിയാം എത്ര ലാംഗ്വേജ് എന്നുള്ളത്. ഓക്കെ, ആ സമയത്ത് 60-ൽ സിന്ധി ആഡ് ചെയ്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആണ്. 26ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു? ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. 26ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് നിങ്ങൾ ഹിസ്റ്ററി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അറിയാം, ഇന്ത്യൻ റൂളേഴ്സിന് കൊടുത്തിരുന്ന ചില ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൊടുത്തിരുന്ന റൂളേഴ്സിന് കൊടുത്തിരുന്ന ചില സ്പെഷ്യൽ പ്രിവിലേജസും ഒക്കെയാണ്, പ്രൈവറ്റ് പേഴ്സൺസ് ഒക്കെ, അതൊക്കെ അബോലിഷ് ചെയ്തത് 26th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ആണ്. പിന്നെ 27th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് അന്ന് 71-ല് മിസോറാമിനും അരുണാചൽ പ്രദേശിനും അന്ന് യൂണിയൻ ടെറിട്ടറി സ്റ്റാറ്റസ് കൊടുത്തു. പിന്നീട് അതിന് സ്റ്റേറ്റ് സ്റ്റാറ്റസും കൊടുത്തു. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ജസ്റ്റ് ആ ചോയ്സ് കണ്ടതുകൊണ്ട് ഞാൻ ആ ഇൻഫർമേഷൻ അവിടെ കൊണ്ടുവന്നുള്ളൂ. അതിനിപ്പോ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. മറന്നുപോയാലും കുഴപ്പമില്ല. ഓർത്തിരിക്കേണ്ട 2 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് 24-ഉം 42-ഉം, വർഷം 71, 76. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. ഇത് 2025-ല് PSC ചോദിച്ച ചോദ്യമാണ്. നല്ല ക്വസ്റ്റ്യൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. PSC ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ലല്ലോ. അമെൻമെന്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരേ ഒരു ആർട്ടിക്കിൾ. അപ്പൊ ഒന്ന് തെറ്റാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് അല്ല ചോദിച്ചേക്കണത്, ഡി എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഏത് എലിമിനേറ്റ് ചെയ്യാം? ബിയും എലിമിനേറ്റ് ചെയ്യാം.
അപ്പൊ 2 ചോയ്സ് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഫീച്ചേഴ്സ് ഓഫ് ദി അമെൻമെന്റ് അയർലൻഡിൽ നിന്നാണോ ബോറോ ചെയ്തത്? സൗത്ത് ആഫ്രിക്ക എന്നല്ലേ? അപ്പൊ നമുക്ക് സിഒ എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് വായിച്ചതേക്കും നമുക്ക് ആൻസർ കിട്ടി. 2 സ്റ്റേറ്റ്മെന്റ് വായിച്ചതേക്കും നമുക്ക് ആൻസർ കിട്ടി. ഇനി 3 അപ്പൊ എന്താണ്? ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്. കൊള്ളാലോ PSC പുലിയാണല്ലോ. ഇങ്ങനെയൊക്കെ ചോദ്യം. അപ്പൊ 103 അല്ല, നമുക്കറിയാം 106 വരെ ആയിട്ടുണ്ട്. ഈ ഡേറ്റും അല്ല. ആദ്യമായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ചെയ്യുന്ന വർഷം ഫസ്റ്റ് 1951 51-ലാണ്. അപ്പൊ ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന വർഷം 1950 ആണ്. ആ വർഷത്തിൽ അമെൻമെന്റ് ഒന്നും വന്നിട്ടില്ല. പിറ്റത്തെ വർഷത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന പിറ്റത്തെ വർഷത്തിലാണ് ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വരുന്നത്, 1951. അപ്പൊ ഫസ്റ്റ് അമെൻമെന്റ് വരുന്നത് 1951-ലാണ്. വേണമെങ്കിൽ ഒരു ഡേറ്റ് ഒന്ന് ഓർത്തു വെച്ചോ, ജൂൺ 18, 1951. അപ്പോൾ ഫസ്റ്റ് അമെൻമെന്റിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, കുറെ ലാൻഡ് റിഫോംസ് മെയിൻ ആയിട്ട് വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ പല സ്റ്റേറ്റുകളും ലാൻഡ് റിഫോംസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ലാൻഡ് റിഫോംസിനെ അത് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ ലാൻഡ് റിഫോംസിനെ എഫക്ട് ചെയ്ത ആളുകൾ സുപ്രീം കോടതിയിലേക്ക് ചലഞ്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ സംഭവിച്ചപ്പോ അപ്പൊ എന്ത് ചെയ്തു? പാർലമെന്റ് എന്ത് ചെയ്തു? ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ഒരു പുതിയ ഷെഡ്യൂൾ ഉണ്ടാക്കി, പുതിയൊരു ഷെഡ്യൂൾ ഇൻസേർട്ട് ചെയ്തു. നമ്മൾ ആദ്യത്തെ മീൻസ് ഒറിജിനലി 8 ഷെഡ്യൂളേ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടുള്ളൂ. ഇതെല്ലാം ഞാൻ ആ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവര് അത് കാണുക. നമ്മൾ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് പഠിക്കേണ്ടതിൽ ഞാൻ പറയുന്നുണ്ട്. എന്താണ് ഒറിജിനൽ 8 ഷെഡ്യൂളേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എങ്ങനെ 12 ഷെഡ്യൂൾ ആയെന്നൊക്കെ, അല്ലെങ്കിൽ ഒറിജിനലി 22 പാർട്സ് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എങ്ങനെ 25 പാർട്സ് ആയെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് കേട്ട പിന്നെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഓക്കെ, അപ്പൊ 9ാമത്തെ ഷെഡ്യൂൾ വരുന്നത് എന്താണ്? ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് ആണ്. ഓക്കെ, അപ്പോ എന്താ ഷെഡ്യൂളിന്റെ പ്രത്യേകത? ഏതെങ്കിലും ഒരു പാർലമെന്റ് പാസ്സാക്കിയ ലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് പാസ്സാക്കിയ ലോ 9th ഷെഡ്യൂൾ കൊണ്ടിട്ടാൽ എന്ത് സംഭവിക്കും? പിന്നെ ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ 9th ഷെഡ്യൂൾ കിടക്കുന്ന, അപ്പൊ അതെന്താണ്? അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആയിരുന്നു. പിന്നീട് IR കോലോ കേസിൽ അതിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ 9th ഷെഡ്യൂൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. കുറച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയിൽ തന്നെ നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞിരിക്കുക, ലാൻഡ് റിഫോം ലോസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് അമെൻമെന്റ്. അപ്പൊ 9th ഷെഡ്യൂൾ ആഡ് ചെയ്തു. അതേപോലെ തന്നെ കുറച്ച് നമ്മൾ റീസണബിൾ റെസ്ട്രിക്ഷൻസിൽ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ കുറച്ച് റീസണബിൾ ഇൻസ്ട്രക്ഷൻസ് കൊണ്ടുവന്നു. അപ്പൊ ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അപ്പൊ ഇവിടെ ആ ചോദ്യത്തിൽ ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ അത് മെൻഷൻ ചെയ്ത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് അമെൻമെന്റ് ഒക്കെ പഠിക്കാനുണ്ട്, നമുക്കത് പഠിക്കാം. ഓക്കെ, ഇനി ഈ ചോദ്യം ഒന്ന് ആൻസർ ചെയ്തേ. 2024 ചോദിച്ച ഈ ചോദ്യം ഒന്ന് ആൻസർ ചെയ്തേ. പാർട്ട് 20 ഡീൽസ് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. നമുക്കറിയാം എന്തൊരു ഈസി. ആർട്ടിക്കിൾ 368 ഇസ് റിലേറ്റഡ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. വളരെ ഈസി, രണ്ടും ശരിയാണ്. അപ്പോൾ എയും ബിയും ശരിയാണ്. ശരിയാണെങ്കിൽ അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചോയ്സ് സി എ ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എ ഇല്ലാത്ത ആൻസർ ആയതുകൊണ്ട് നമുക്ക് ഇതും എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി 3ാമത്തെ നോക്കിയേ. ലോക്സഭയിലാണോ ആദ്യം? ലോക്സഭയിലോ രാജ്യസഭയിലോ വേണമെങ്കിൽ നമുക്ക് ഏത് ചെയ്യാം. അപ്പൊ 3ാമത്തത് തെറ്റാണ്. 3ാമത്തെ തെറ്റാണെന്നുണ്ടെങ്കിൽ ഡി എലിമിനേറ്റ് ചെയ്യാം. ആൻസർ എന്താണ്? 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ആൻസർ കിട്ടി. ആൻസർ എന്താണ്? ബി ആണ്. ആൻസർ എന്താണ്? ബി ആണ്. ഇത് കറക്റ്റ് അല്ലേ? സൽമ പിന്നെയും തെറ്റിച്ചിട്ടുണ്ടല്ലോ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. സി തെറ്റല്ലേ? എനി ഹൗസ് ആണ്. ഏത് ഹൗസിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽ. ഇത് തേർഡ് സി എന്ന് പറയുന്ന ചോയ്സ് തെറ്റാണ്. ബാക്കി എയും ബിയും ഡിയും ശരിയാണ്. പാർലമെന്റ് ഹാസ് നോ പവർ ടു ഓൾട്ടർ ദി ബേസിക് സ്ട്രക്ചർ. ഇത് എപ്പോ വന്നു? ആരാ പറഞ്ഞത്? സുപ്രീം കോടതി. എവിടെ പറഞ്ഞു? 20 കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞതാണ്. അപ്പൊ അതും നമുക്ക് കറക്റ്റ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണത്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ നിങ്ങൾ പലരും ചിലപ്പോൾ KS എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞ
വളരെ ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പക്ഷെ നിങ്ങൾക്ക് ആൻസർ ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഇത് ഈസി ആയിരിക്കും. KS 2025 KS ക്വസ്റ്റ്യൻ ആണ്, ട്രൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് വായിക്കുക, 4 ചോയ്സ് വായിച്ചിട്ട് ആൻസർ ചെയ്യാം. ഇല്ല, പ്രസിഡന്റിന് ഇവിടെ ടൈം ലിമിറ്റ് പറയുന്നില്ല. പ്രസിഡന്റ് അസെന്റ് കൊടുക്കണമെന്നേ പറയുന്നുള്ളൂ. പ്രസിഡന്റ് ടൈം ലിമിറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. പക്ഷെ പ്രസിഡന്റിന് കൊടുത്തേ പറ്റൂ, റിജക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ആൻസർ ഏതാ? സി ശരിയാണോ? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് ആർ നോട്ട് ലോ അണ്ടർ ആർട്ടിക്കിൾ 13. ഇത് ശരിയാണോ തെറ്റാണോ? സി ശരിയാണോ തെറ്റാണോ? സി ശരിയല്ലേ? ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് ആർ നോട്ട് ലോ അണ്ടർ ആർട്ടിക്കിൾ 13. ഞാൻ പറഞ്ഞത് 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് എന്താ മാറ്റങ്ങൾ വരുത്തിയത്? 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്ത് മാറ്റമാണ് വരുത്തിയത്? ആർട്ടിക്കിൾ 13 മാറ്റം വരുത്തി. ആർട്ടിക്കിൾ 13 മാറ്റം വരുത്തി. ആർട്ടിക്കിൾ 368 മാറ്റം വരുത്തി. ആർട്ടിക്കിൾ 13 എന്താ പറഞ്ഞത്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 13 പറയുന്ന ലോ അല്ല എന്ന് പറഞ്ഞു. അതിനെ സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതിനെ സുപ്രീം കോടതി ഇല്ല എന്ന് പറഞ്ഞില്ല. അപ്പൊ സി കറക്റ്റ് അല്ലേ? സി സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? ബി കറക്റ്റ് അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് ആർ മെയ്ഡ് ബൈ വിർച്യൂ ഓഫ് പവർ അണ്ടർ ആർട്ടിക്കിൾ 368. ബിയും കറക്റ്റ് അല്ലേ? എയും കറക്റ്റ് അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് ആർ മെയ്ഡ് ബൈ വിർച്യൂ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പവർ. എയും കറക്റ്റ് അല്ലേ? അതെങ്ങനെയാ 3 ചോയ്സും കറക്റ്റാ? അപ്പൊ ഡി ഒന്ന് വായിച്ചു നോക്കിയേ. ഇതാണ്, ഞാൻ ആലോചിച്ച് നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഇനിയിപ്പോ നിങ്ങൾ 2 മാസം വേണ്ട 1 മാസം കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും പ്രാക്ടീസ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾ മറക്കില്ല, ഈ ചോദ്യം ഉള്ളതുകൊണ്ട്. അപ്പൊ PYQ എന്ന് പറഞ്ഞ വെറുതെ അതൊരു സ്ട്രെങ്ത് ആണ്. അത് കറക്റ്റ് സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാൽ, PYQ കറക്റ്റ് സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സ്ട്രെങ്ത് ആയി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുത്തതെന്ന്? മനസ്സിലായില്ലേ? ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഇതേതാ? ഇവനേതാ സാധനം? UPSC യുടെ സിവിൽ സർവീസ് എക്സാമിന്റെ പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ്. ഏത് വർഷം? 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒന്ന് ചോയ്സ് നോക്കിയേ. ചോയ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്. എന്താണ്? ഒന്നില്ലെങ്കിൽ 3 ശരിയാണ്, അല്ലെങ്കിൽ ഒരെണ്ണേ തെറ്റുള്ളൂ. അപ്പൊ മിനിമം 2 എണ്ണം കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, പാർലമെന്റിന് പുതിയൊരു പ്രൊവിഷൻ ആഡ് ചെയ്യാൻ പറ്റൂലേ? പാർലമെന്റ് പുതിയൊരു പ്രൊവിഷൻ ആഡ് ചെയ്യാൻ പറ്റും. അണ്ടർ ആസ് പെർ ആർട്ടിക്കിൾ 360 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റ് മേ അമെൻഡ് എനി ബൈ വേ ആഡ് ചെയ്യാൻ പറ്റും. പുതിയൊരു പ്രൊവിഷൻ ആഡ് ചെയ്യാൻ പറ്റും. ശരിയാണ്. വേരിയേഷൻ ചെയ്യാൻ പറ്റും, മാറ്റം വരുത്താൻ പറ്റും, വേരിയേഷൻ ചെയ്യാൻ പറ്റും. ചില പ്രൊവിഷനെ റിപ്പീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് 3 പറ്റൂലേ? ഇത് മൂന്നും സാധിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒറിജിനൽ നമുക്ക് തിരിച്ചു വരാട്ടോ. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഞാൻ ഇനി ഒന്ന് കടക്കുകയാണ്. ഇതാണ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് കേട്ടോ? ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയേ. പാർട്ട് 20 അമെൻഡ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 368 പേരെന്താണ്? ആർട്ടിക്കിൾ 368 പവർ ഓഫ് ദി പാർലമെന്റ് ടു അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രൊസീജിയർ thereof. ആലോചിച്ചോക്കെ. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് ഇൻ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റ് മേ ഇൻ എക്സസൈസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് പവർ. കണ്ടോ? കോൺസ്റ്റിറ്റ്യൂവന്റ് പവർ എന്നുള്ളത് എന്താണ്? നമ്മുടെ ആർട്ടിക്കിളിലുണ്ട്. ബൈ വേ ഓഫ് അഡിഷൻ, വേരിയേഷൻ ഓർ റിപ്പീൽ. 3 കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് 3 വേർഡും ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതാണ് ക്ലോസ് 1. 368 ക്ലോസ് 1 ആണത്. ഇനി ക്ലോസ് 2ലാണ് വെറുതെ നിങ്ങൾ വായിച്ചാൽ മതി. എന്താ നമ്മൾ പറയുന്നത്?
എന്താണ് an amendment of this constitution may be initiated only by the introduction of a bill for the purpose of either house, രണ്ട് ഹൗസും പറയുന്നുണ്ട്. പിന്നെ അത് പാസ്സാക്കാനുള്ള മെജോറിറ്റി പറയുന്നുണ്ട്, ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദി ഹൗസ് by and a majority of not less than 2/3 of the members and voting എന്ന് പറയുന്നുണ്ട്. It shall be presented to the president who shall give his assent to the bill and thereupon എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ടൈം ലിമിറ്റ് ഒന്നും പറയുന്നില്ല, പ്രസിഡന്റിന്റെ കേസിൽ ടൈം ലിമിറ്റ് പറയുന്നില്ല, കൊടുക്കണമെന്നേ മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ കിട്ടിയാൽ എന്തായി മാറി? The constitution shall amended in accordance with the terms of the bill എന്നാണ് അർത്ഥം. ഇനി ഈ പറയുന്ന പ്രൊവിഷൻസ് അതായത് ആർട്ടിക്കിൾ 54, ആർട്ടിക്കിൾ 55, ആർട്ടിക്കിൾ 73, അല്ലെങ്കിൽ ചാപ്റ്റർ 4 ഓഫ് പാർട്ട് 5, അല്ലെങ്കിൽ ചാപ്റ്റർ 5 ഓഫ് പാർട്ട് 6, ഈ ചാപ്റ്ററും പാർട്ടൊക്കെ ഞാൻ നിങ്ങളുടെ സ്ട്രാറ്റജി വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കണ്ടവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവും, അല്ലാത്തവർക്ക് നിങ്ങൾ അത് കാണും, ഞാൻ അത് പറയുന്നില്ല. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ലിസ്റ്റിന്റെ കാര്യം പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ പ്രൊവിഷൻസ് ആണെങ്കിൽ എന്ത് വേണം? ഫെഡറൽ ഫീച്ചേഴ്സ് ആയി ഇതിന് എന്ത് വേണം? സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷൻ വേണം എന്ന് പറയുന്നുണ്ട്. അത് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇത്രയും പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ the amendment shall also required to be ratified by the legislature of not less than 1/2 of the state by simple majority എന്ന് പറയുന്നുണ്ട്. by resolution to that effect by passed by those legislature before the bill making. എന്നിട്ട് എന്ത് ചെയ്യാ? പാസ്സാക്കാൻ പറയാം. ഇനി ഇവിടെ ക്ലോസ് 3 കണ്ടോ, ഇതാണ് ക്ലോസ് 3. ഞാൻ പറഞ്ഞതാണ് ഈ ക്ലോസ് 3 ആഡ് ചെയ്തത് ആരാണ്? 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്, 1971 ആണെന്ത് ഈ ക്ലോസ് 3 ആഡ് ആവുന്നത്. എന്താ പറയുന്നത്? നത്തിങ് ഇൻ ആർട്ടിക്കിൾ 13 ഷാൽ അപ്ലൈ ടു എനി അമെൻമെന്റ് അണ്ടർ ദിസ് ആർട്ടിക്കിൾ. അതാണ് പറയുന്നത്. ആർട്ടിക്കിൾ 13 എന്താണ്? ലോ എന്താണെന്ന് പറയുന്നത്. ആ ലോ ഇവിടെ ബാധകമല്ല എന്ന് പറയുന്നത്. ഇനി 4ഉം 5ഉം എപ്പോഴും ആരാണ് ഇൻസേർട്ട് ചെയ്തത്? 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്. 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. അതിനെ എന്ത് ചെയ്തു? സുപ്രീം കോർട്ട് എന്ത് ചെയ്തു? മിനർവ 1918 മിനർവ മിൽ കേസിൽ ഈ രണ്ട് ക്ലോസസും, ക്ലോസ് 4ഉം ക്ലോസ് 5ഉം എന്ത് ചെയ്തു? റിപ്പീൽ ചെയ്തു, ഇൻവാലിഡ് ആക്കി. മീൻസ് നൾ ആൻഡ് വോയിഡ് ആണ്. ഇപ്പോഴല്ലേ നൾ ആൻഡ് വോയിഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്നും നിങ്ങൾ വെറുതെ വായിച്ചു നോക്കുക. ഇതിനെന്തിനാണ് ഞാൻ ഈ ക്ലോസസ് എല്ലാം വെക്കണമെന്ന് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ DSPന്റെ എക്സാം ഞാൻ പറഞ്ഞില്ലേ, 31 ഡിസംബറിൽ നടന്ന 2025 നടന്ന എക്സാമില് PSC എല്ലാം ക്ലോസ് വൈസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് കുട്ടികൾക്ക് തോന്നി. അപ്പൊ അങ്ങനെ ഒരു സ്റ്റൈൽ എങ്ങാനും PSC ചോദിച്ചാൽ നമ്മൾ നേരിടുക ഇങ്ങനെ. ഇനിയിപ്പോ 368 ക്ലോസ് 1, 368 ക്ലോസ് 2, 368 ക്ലോസ് 3, ക്ലോസ് 4, ക്ലോസ് 5 പഠിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. മെറ്റീരിയൽ ഇതൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഏതൊക്കെ കേസിലാണ് സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെയാണ്. അതിങ്ങനെ പ്രസിഡന്റിന്റെ എലക്ഷൻ, എക്സിക്യൂട്ടീവ് പവറിന്റെ യൂണിയന്റെയും സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് പവർ, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ടിനെ വെച്ച് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവർ യൂണിയൻ സ്റ്റേറ്റ് തമ്മിൽ, ലിസ്റ്റ് 7 ഷെഡ്യൂൾ ലിസ്റ്റ്, റെപ്രസെന്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ പാർലമെന്റ്, ആർട്ടിക്കിൾ 368. ഈ കേസിലാണ് ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്. എവിടെ? 368 ക്ലോസ് 2 പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഡയറക്റ്റ് ആയിട്ടല്ല, എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെയാണ്. പാർട്ട് 4ഉം പാർട്ട് 5, പാർട്ട് 6 പറഞ്ഞിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് സുപ്രീം കോർട്ടിന് ഹൈക്കോർട്ടിനൊക്കെ അങ്ങനെയാണ്. സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് എന്ന് പറയുന്നതിന് പകരം അവര് ഇന്ന ചാപ്റ്റർ എന്നാണ് പറയുന്നത്. അതൊക്കെ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ? 1ഉം 2ഉം 3ഉം അഡീഷൻ ഉണ്ട്, വേരിയേഷൻ ഉണ്ട്, റിപ്പീൽ ഉണ്ട്. ഇനി ഇതൊന്ന് ആൻസർ ചെയ്ത് 2022 UPSCന്റെ ക്വസ്റ്റൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. എ ബിൽ amending the constitution requires a prior recommendation of the President of India. വേണോ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യന്റെ റെക്കമെൻഡേഷൻ വേണോ? സ്റ്റേറ്റ്മെന്റ് 1 തെറ്റല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് A എലിമിനേറ്റ് ചെയ്തൂടെ, C എലിമിനേറ്റ് ചെയ്തൂടെ, D എലിമിനേറ്റ് ചെയ്തൂടെ? ആൻസർ കിട്ടിയില്ലേ? അപ്പോ പിന്നെന്താണ്? അപ്പൊ ബിയും സിയും ആൻസർ എന്താണ്? ബി ആണ്. When a constitution amendment bill is presented to the President of India, it is obligatory for the President to give his assent. ശരിയാണ്.
A constitutional amendment bill must be passed by both the Lok Sabha and Rajya Sabha by special majority and there is no provision for joint sitting. ശരിയാണ്, ബി ആണ് ആൻസർ. ഇനി 2013 ഒരു ക്വസ്റ്റ്യൻ ആണ്, 2013 ഒരു ക്വസ്റ്റ്യൻ ആണ്, വായിച്ചു നോക്കി ആൻസർ ചെയ്തേ. An amendment to the Constitution of India can be initiated by an introduction of a bill in the Lok Sabha only. Lok Sabha only തെറ്റാണ്, Lok Sabha only തെറ്റാണ്, രണ്ട് ഹൗസിലും പറ്റും. If such an amendment seek to make changes in the federal character of the Constitution, the amendment also requires to be ratified by this legislature of all the states of India. എല്ലാ സ്റ്റേറ്റിന്റെയും വേണോ? എല്ലാ സ്റ്റേറ്റും വേണോ? പകുതി പോരെ? ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് പോരെ? അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഡി, നൈദർ വൺ, ഡി നൈദർ വൺ നോർ ടു, ഡി നൈദർ വൺ നോർ ടു. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പൊ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു? 15 ക്വസ്റ്റ്യൻസ് UPSCന്റെയും 14 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്തു. ഓക്കെ, 14 ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. എന്താ ചെയ്യാ, മെറ്റീരിയൽ ഒരു പ്രാവശ്യം എന്ന് ക്ലാസ് എടുത്താലോ ആ മെറ്റീരിയൽ അപ്പൊ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് വായിക്കുക. പിന്നീട് ആ മെറ്റീരിയൽ ഇനി രണ്ടാമത് വായിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ടോപ്പിക്സിലൊക്കെ ഞാൻ എന്ത് ചെയ്യും, നല്ല അതേ PSC ഇപ്പൊ ചോദിക്കുന്ന അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഇടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടോ 3 ആഴ്ച കഴിഞ്ഞിട്ടോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് മാത്രം റിവൈസ് ചെയ്താൽ മതി. ഇനി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രിന്റ് ഔട്ട് ഒക്കെ എടുക്കുന്നവർ എന്ത് ചെയ്യരുത്, അതിൽ അവിടെ ആൻസർ അവിടെ മാർക്ക് ചെയ്യരുത്. ഇവിടെ ഇപ്പൊ ഈ പേജിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പേജിൽ ഈ ക്വസ്റ്റ്യന്റെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പേജിന്റെ ലാസ്റ്റോ ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഇപ്പൊ ഇത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണെങ്കിൽ ഇതിന്റെ അവിടെ 3ന്റെ ആൻസർ അവിടെ എഴുതി വെക്കാം. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് നിങ്ങൾ അവിടെ ഇങ്ങനെ ടിക്ക് ചെയ്യരുത്. ഇങ്ങനെ ആൻസർ ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ത് ചെയ്ത് ക്വസ്റ്റ്യൻസിൽ ടിക്ക് ചെയ്യുന്ന ഒരു പരിപാടി നിങ്ങൾ ചെയ്യരുത്, അത് നിങ്ങൾക്ക് നഷ്ടമാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഇതൊരു സാധാരണ നിലയിൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ ഇന്ന് ചെയ്ത് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്തത്. ആ ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ? ഇനി ആ മെറ്റീരിയൽ കൂടി വായിച്ചു ഈ ഏരിയ നിങ്ങൾക്ക് ഈസി ആയില്ലേ? ഈ 24th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്ന് കേട്ടാൽ നിങ്ങൾ പേടിക്കോ? 42nd അമെന്റ്മെന്റ് കേട്ടാൽ നിങ്ങൾ പേടിക്കോ? പാർട്ട് 20 എന്ന് കേട്ടാൽ പേടിക്കോ? 368 എന്ന് കേട്ടാൽ ആർട്ടിക്കൽ എന്ന് കേട്ടാൽ പേടിക്കോ? പ്രസിഡന്റ് റെക്കമെൻഡേഷൻ വേണോ, അല്ലെങ്കിൽ പ്രസിഡന്റ് അസെന്റ് കൊടുക്കണോ, ആർട്ടിക്കിൾ 13 ക്ലോസ് 2 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കോ? 368 ക്ലോസ് 1, 368 ക്ലോസ് 2, 368 ക്ലോസ് 3 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പേടിക്കോ? ഇല്ലല്ലോ, നമ്മൾ പഠിച്ചു. അപ്പോ ഇങ്ങനെ പഠിക്കുക. അപ്പൊ ഞാൻ പറയാണ് എന്താണ്, 2 അസൈൻമെന്റ് നിങ്ങളോട് വീണ്ടും പറയാണ്, എന്താ ടൈപ്സ് ഓഫ് മെജോറിറ്റിന്റെ വീഡിയോ കാണുക. പിന്നെ ആരെങ്കിലും എന്റെ വീഡിയോ കണ്ടിട്ടില്ല, അതായത് എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഗ്രി മെയിൻസിന് പഠിക്കണമെന്ന് ആ വീഡിയോ നിങ്ങൾ കാണുക. അതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, നിങ്ങൾ അത് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക കേട്ടോ.